ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഇത് ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. നമസ്തേ. PR-ൽ ഉരുണ്ട് കളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ താനോ സർക്കാരോ PR ഏജൻസിയെ അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയിട്ടില്ല, ഒരു പൈസയും ഏജൻസിക്കായി ചെലവഴിച്ചിട്ടില്ല. പക്ഷേ പറയാത്തത് പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെയും അതിനെ പ്രേരിപ്പിച്ച PR ഏജൻസിക്കെതിരെയും കേസ് കൊടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ഉത്തരം മുട്ടി. ഉരുണ്ട് കളിച്ച് തമസ്കരിക്കാവുന്നതാണോ ഈ വിഷയം? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇടത് സൈദ്ധാന്തികൻ ശ്രീ പണ്ഡ്യാല ഷാജി, BJP വക്താവ് ശ്രീ PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, മുതിർന്ന പത്രപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവ അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. പണ്ഡ്യാല ഷാജി, PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് അങ്ങോട്ട് സമീപിച്ചു എന്നാണല്ലോ ദ ഹിന്ദു ദിനപത്രം പറയുന്നത്. ലേഖികയുമായുള്ള അഭിമുഖത്തിനിടെ മറ്റൊരാൾ മുറിയിൽ കയറുന്നതിന് അനുമതി നൽകാറുണ്ടോ? പറയാത്ത കാര്യം എഴുതി നൽകിയതിന് മുൻ MLA TK ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യനോട് വിശദീകരണം തേടുമോ? സുബ്രഹ്മണ്യനെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കുമോ? പറയാത്തത് പ്രസിദ്ധീകരിച്ചതിന് പത്രത്തിൻ്റെ പേരിൽ കേസെടുക്കുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. ഉത്തരം പറയാതെ ഇങ്ങനെ ഒളിച്ചു കളിച്ചാൽ അവസാനിക്കുന്നതാണോ ഈ ഗുരുതരമായ പ്രശ്നം? ശ്രീ ഷാജി. അല്ല, ഇതിനകത്ത് ഈ PR ഏജൻസികളുടെ ചർച്ച എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെ ആദ്യം കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം അത് വാതുറന്ന കളവ് പറയുന്ന ഒരാളെന്ന നിലയിൽ അതിനെ ആ അർത്ഥത്തിൽ തള്ളിക്കളയുക, അത് വലിയ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുകയും വേണ്ട. പക്ഷെ ഇന്ന് അയാൾ ചെയ്തിരിക്കുന്ന ഒരു പണി എന്താ പറഞ്ഞാൽ ഈ ഹഹ എന്നുള്ളൊരു ചിരിയുണ്ടല്ലോ, ആ ചിരി വാസന എന്താണെന്ന് പറഞ്ഞാൽ ചിരിയല്ല, അത് ഇളിയാണ്. ശരി, അതിന് ഇളി എന്നാണ് നമ്മൾ സാധാരണ പറയാം. കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊലച്ചിരിയുമാണ് ആ സാധനം. ഇതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഹിന്ദു പത്രം ഹിന്ദു പോലുള്ള ഒരു വലിയ ദേശീയ പത്രം ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ മിസ്റ്റർ നമ്പ്യാർ, നിങ്ങൾ വിചാരിക്കുമോ, നിങ്ങൾ വിശ്വസിക്കുമോ? അത് വിശ്വസിക്കുമോ? ഈ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അകത്ത് കേരള ഘടകത്തിനകത്ത് പ്രവർത്തിക്കുന്ന എത്ര ഉന്നതരായ പാർട്ടി നേതാക്കന്മാർ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശം ശരിയാണെന്ന് സ്ഥിരീകരിക്കും? കഴിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, മലയാളം അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ വൊക്കാബുലറി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. മലയാളത്തിലെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ, ഏറ്റവും ഹീനമായ പദപ്രയോഗങ്ങൾ, അത് സമർത്ഥവും ധാരാളിത്തത്തിലും ഉപയോഗിക്കുന്നതിൽ നിപുണനായിരിക്കുന്ന അയാൾക്ക് തെറ്റാതെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു കുറ്റമായിട്ടല്ല ഞാൻ കാണുന്നത്, പരിമിതി എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത്രമാത്രം പരിമിതിയുള്ള ഒരാൾ. അത് നമ്മൾ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ ഇദ്ദേഹം പോയപ്പോൾ അവിടുന്ന് ഇയാൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൻ്റെ അകത്ത് ഉപയോഗിച്ച 2 വാക്കുകൾ, ഒന്ന് കോർപ്പറേഷനും മറ്റൊന്ന് കോഓപ്പറേഷനുമാണ്. ഇത് രണ്ടും തെറ്റി വായിക്കുകയാണ് ചെയ്തത് ഇയാൾ. രണ്ടും തെറ്റി വായിക്കുകയാണ്. അതാണ് ഇദ്ദേഹത്തിന്റെ ഭാഷാപരമായിരിക്കുന്ന പരിജ്ഞാനം എന്ന്. അതാണ് ഇദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരിജ്ഞാനം. 3 thrice times അതിനകത്ത് നിന്ന് ആ സാധനം കറക്റ്റ് ചെയ്യാണ്ടിട്ട് പറഞ്ഞിട്ട് പോലും അയാൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും ഞാൻ പരിമിതിയായി മാത്രമേ അതിനെ കാണുള്ളൂ, വെറും പരിമിതിയായിട്ട് മാത്രമേ കാണൂ. അത്രമാത്രം പരിമിതമായ പദസമ്പത്തുള്ള ഒരാളെ ഹിന്ദു പത്രം ഇങ്ങോട്ട് വരും. ഇയാളിൽ എന്താണ് ഹിന്ദു പത്രത്തെ സ്വീകരിക്കാനുള്ളത്? ഒരു മണ്ണാങ്കട്ടയും സ്വീകരിക്കാനെന്ന് മാത്രമല്ല, അവിടെയാണ് സത്യത്തിൽ എന്ത് വന്നത്? അൻവർ ഉയർത്തിയിട്ടുള്ള ഒരു വിഷയത്തെ മറികടക്കാൻ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കെടുതിയുടെ ഫലമാണ് ഈ സാധനം. അവിടെയാണ് ഇതിനകത്ത് PR ഏജൻസി സത്യത്തിൽ രംഗപ്രവേശം ചെയ്തത്. ഈ രംഗപ്രവേശം ചെയ്ത സംഭവം വന്നപ്പോൾ എന്തായി തീർന്നു? വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്നുള്ള പോലെ സംഗതി പിടുത്തം വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നെന്താണ്? പിന്നെ ചെയ്യുന്നത് മുഴുവൻ അബദ്ധങ്ങളാണ്. ഈ അബദ്ധത്തിന്റെ ഭാഗം ഇതിവിടെ ഈ PR ഏജൻസിയുടെ ഈ സംഭവം നടത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഈ തിരുവനന്തപുരത്ത് നടത്തിക്കുന്ന പത്രസമ്മേളനത്തിനകത്ത് ഇയാൾ എന്തുകൊണ്ട് ഇതിന്റെ കണക്കുകൾ മുഴുവൻ ഇയാൾ അന്ന് ഇയാൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ ഭാഗമായി മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലാക്കുന്ന സ്വർണ്ണക്കടത്ത് വേട്ട നടക്കുന്നത്. ആ പണം മുഴുവൻ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് സത്യത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ എന്താ വരിക?
ആന്റി സ്റ്റേറ്റ് എന്ന് തന്നെയാണ്. അപ്പൊ ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഞാൻ പറയാത്തതാണ് വന്നതെന്ന് പറഞ്ഞാൽ അതെന്താ യുക്തി? എന്താണ് അത് സാധനത്തിന്? എന്താണ് അതിന്റെ യുക്തി? ഈ ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം പ്രയോഗിക്കാൻ തന്നെയാണ് ഇദ്ദേഹം താല്പര്യപ്പെട്ടതും പ്രയോഗിച്ചതും. അതിനുശേഷം ഇത് മതന്യൂനപക്ഷത്തിന്റെ കയ്യിൽ നിന്നേക്ക് ഒരു സംഭവം കൈവിട്ടു പോകുന്നു വന്നപ്പോഴാണ് ഇയാൾ പിടുത്തം മാറുന്നത്. പിന്നെ ഇപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു കെടുതിയേടിയാന്ന് പറയും. ആ കെടുതിയാണ് ഇതിൽ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നത്. ഇതിൽ CPI എടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ADGPയെ മാറ്റണമെന്ന് പറയുന്ന റോളുണ്ട്. ഇയാൾ ഇന്ന് വരെ അത് മാറ്റാൻ തയ്യാറായിട്ടില്ല. ഈ തയ്യാറാവാത്തതിന്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മാറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ADGP. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറ്റു തരത്തിൽ ഇയാൾക്ക് ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റേ ശശിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. പക്ഷേ CPI അതിനകത്ത് ഉയർത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിന് അവർ വരുന്ന ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായി ഈ കേരളത്തിനകത്ത് ഇയാൾ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന്റെ ദുരന്തപൂർണമായ അധ്യായമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ CPI ഉയർത്തുന്ന ഒരു പൊളിറ്റിക്സിനെ കൊലച്ചതിയിലൂടെ തോൽപ്പിക്കണം. ഈ കൊലച്ചതിയിലൂടെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ തന്ത്രം, ഗൂഢതന്ത്രം അത് നടപ്പാക്കിയപ്പോൾ അതെന്തായി പകൽ വെളിച്ചം പോലെ അത് പുറത്തു വന്നു. അഥവാ അത് ഇദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ തന്നെ ത്രോട്ട് ബേസ്റ്റിംഗ് ആയി സാധനം പുറത്തു വന്നു. ഈ പുറത്തു വന്നപ്പോൾ പിന്നെ ഇതിനകത്ത് ഊരാൻ എന്താണ് മാർഗം? ഊരാനുള്ള മാർഗം വന്നപ്പോഴാണ് നിർഭാഗ്യവശാൽ PV അൻവർ ആദ്യഘട്ടത്തിൽ PV അൻവറിന്റെ നമ്മളിപ്പോൾ അന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തായിരുന്നു PV അൻവർ നിലമ്പൂരിൽ പ്രസംഗിച്ചിരുന്നത്. പക്ഷെ നമ്പ്യാർ അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് PV അൻവർ നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ആദ്യം 3 സുപ്രധാനമായിരിക്കുന്ന മതങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെ പ്രാർത്ഥനകളെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചതും പ്രസംഗം അവസാനിപ്പിച്ചതും. എന്നാൽ ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തായി വന്നു എന്ന് പറഞ്ഞാൽ അൻവറുടെ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് കുറെ കൂടി എന്താ പറയുക, ഒരു ഇടതുപക്ഷ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലതുപക്ഷ രീതിയിലേക്ക് അത് മാറി തുടങ്ങി. ഈ വലതുപക്ഷ രീതിയിലേക്ക് മാറുമ്പോൾ സെക്യുലർ സംഭവത്തിന്റെ കണ്ടിന്യൂഷനായി വന്നിരിക്കുന്ന അൻവർ പിന്നീട് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയുടെ സെൻട്രലൈസേഷനിലേക്ക് അത് മാറി എന്നുള്ളതാണ്. ഈ മൈനോറിറ്റിയുടെ സെൻട്രലൈസേഷനിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയത്തിന്റെ വിഷയമായി അത് ഉയർത്തപ്പെടും. സത്യത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഈ പൊളിറ്റിക്സിന്റെ ദുരന്തമാണ്. സത്യത്തിൽ അൻവർ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം, ആ വിഷയത്തെ വഴുതി മാറി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പറയുന്ന കുബുദ്ധിയായിരിക്കുന്ന ഇയാളുടെ തലയിൽ എത്രമാത്രം നീച രൂപത്തിലുള്ള ഒരു ആലോചനയാണോ നടത്തിയിട്ടുള്ളത്, ആ ആലോചന നടത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു രീതിയിലുണ്ട്. CPIM അകത്ത് നിന്ന് പോയിരിക്കുന്ന ഒരുപടി വോട്ടുകൾ, അതായത് CPIM മതന്യൂനപക്ഷ ജനവിഭാഗത്തോട് വലിയ തോതിൽ പ്രകടനം കാണിക്കുന്നു പറയുന്ന വിഷയത്തിന്റെ ഭാഗമായി CPIM അകന്നു പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകളുണ്ട്. ആ ഹിന്ദു വോട്ടുകൾ മുഴുവൻ തന്നെ തിരിച്ചു പിടിക്കണം ഇയാൾക്ക്. ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു വലിയ ചതി ഇയാൾ നടത്തിയത്. അവിടെ CPI ഞാൻ പറയുകയാണെ, CPI മുന്നണിക്കകത്ത് നിന്ന് പോയാൽ പോലും അതിന് മാത്രമുള്ള വോട്ട് ഞാൻ എവിടുന്ന് വാങ്ങും? CPIM-നകത്ത് നിന്ന് അകന്നു പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നീചവും ഹീനവുമായിരിക്കും രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണ് യഥാർത്ഥം സംഭവിക്കുക? ആ ഫലം യഥാർത്ഥത്തിൽ കേരളം കൃത്യമായി പോളറൈസ് ചെയ്യപ്പെടുന്നു മാത്രമല്ല, ഏത് നിമിഷം വേണമെങ്കിലും കേരളത്തിനകത്ത് ഒരു വലിയ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയ്ക്ക് ഇയാൾ കേരളത്തെ ഗർഭം ധരിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഗർഭം ധരിപ്പിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഈ വിഷയം കടന്നുപോയിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം വരുന്നൊരു വിഷയമാണെന്ന് വെച്ചാൽ ഈ പാർട്ടി വാസകർ എന്താണ് ചെയ്യുന്നത്? ഈ പാർട്ടി എന്താണ് ചെയ്തത്? ഇവിടെയാണ് അൻവർ നടത്തിയിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്. സംസ്ഥാന അടിസ്ഥാനത്ത് അൻവർ നടത്തിയിരിക്കുന്ന വിമർശനം പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന സ്വയം വിമർശനത്തിന്റെ ഭാഗമാണ്. ഞാൻ ആ സംഭവത്തെ പൂർണ്ണമായി ബഹുമാനിക്കുകയാണ്. പക്ഷേ ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എന്താണ് ഏറ്റവും പ്രധാനം? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത് യുക്തിഭദ്രമായിരിക്കണം. രണ്ടാമത്തെ വിഷയം എന്താണ്? അത് ഹെൽത്തി ആയിരിക്കണം. മൂന്നാമത് എന്തായിരിക്കണം? അത് സിൻസിയർ ആയിരിക്കണം. ഈ 3 അടിസ്ഥാന ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് സ്വയം വിമർശനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ, അതായത് സ്വയം നവീകരിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലയാണിത്. ഈ അടിസ്ഥാന ശിലയുടെ ഒരു ലക്ഷണമായല്ല ഒരിക്കൽ പോലും അൻവർ ഉയർത്തുന്ന വിഷയത്തെ ഞാൻ ഇതിനകത്ത് കാണുന്നത്.
ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന അൻവറിൽ വന്നിരിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള വ്യതിയാനമാണ്. ഈ അപകടകരമായ വ്യതിയാനത്തിലേക്ക് അൻവർ തള്ളിവിടുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിച്ചത് ആരാണ്? അതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതായത് കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയെന്ന വളരെ ബോധപൂർവമായിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് അയാൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളിയുടെ വിശാലമായിരിക്കുന്ന രൂപത്തിന്റെ ഭാഗമായാണ് സത്യത്തിൽ ഈ ഹിന്ദു പത്രത്തിനകത്ത് അത് ചെയ്തു വെച്ചത്. മൂന്നാമത്തെ ആദ്യഘട്ടത്തിൽ വരാവുന്നതിന്റെ അവസാനത്തെ പോയിന്റും ഹിന്ദു പത്രം ഇയാളോട് മാപ്പ് പറഞ്ഞു. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്ന സാധനം. എവിടെയാണ് മാപ്പ് പറഞ്ഞത്? ഒരു ദേവകുമാർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി കൊടുത്തിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിന് അർത്ഥം എന്താണ്? അതിന് ഇയാൾ പറഞ്ഞത് എന്താണ്? ഞാൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് നടന്നുകൊടുക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുന്നു. പറയുന്ന ആരാന്ന് നോക്കണേ, ഈ ഡബിൾ ചെക്കനായി പറയുന്നേ. ഒരാൾ കയറി വരുന്നു. ആ കയറി വരുമ്പോൾ അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. കേൾക്കുമ്പോൾ ആളുകൾക്ക് വളരെ സാധ്യത. ഞാൻ ഇത് ഏറ്റവും പരിഹാസ്യമായ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഒരുപക്ഷെ കേരളം ഇന്നേ വരെ അറിയാത്ത ഒരു ഉദാഹരണം ഞാൻ കൂടി പറയാം. ഇയാളുടെ നവീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വീടുണ്ട് ഇയാൾ. ആ വീട് നവീകരിച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന വീടെന്ന് പറയുന്നത്. ആ വീടിന്റെ നിർമ്മാണത്തിൽ, അതായത് തറ കുയ്യാട്ട കീറുന്ന കാലം തൊട്ട് ആ വീടിന്റെ പണി പൂർത്തിയാക്കുന്നത് വരെ അതിന്റെ കൂടെ നിന്നിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഷാജി. ഷാജി എന്ന് പറയുന്ന ബാബു, ചെറിയ പയ്യൻ. ഈ പയ്യനായ ഞാൻ ഇയാളുടെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ മച്ചിട്ടുള്ള രണ്ടാമത്തെ നില സമാനം തെറ്റില്ലാത്തൊരു വണ്ണമുള്ള മുറിയാണ്. അത് ഇയാൾക്ക് കിടന്നുറങ്ങേണ്ട മുറിയാണ്. അപ്പൊ ഈ മുറിയിൽ സാധാരണ നിലക്ക് മച്ചിന്റെ മുകളിലേക്ക് വരാവുന്ന നമ്മുടെ പറയുന്ന കഴുക്കോൽ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ. ഈ കഴുക്കോൽ വാരിയുടെ ഭാഗത്തിന്റെ മേലത്ത് താഴെ നിന്ന് മുകളിലോട്ടേക്ക് ജാതിയുടെ, അതായത് തേക്കിന്റെ പലക എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യുകയാണ്. അപ്പൊ അതിന് ഏതാണ്ട് ഒരു 1.5 ഇഞ്ച് നീളമുള്ള പിത്തളയുടെ സ്ക്രൂ ഇട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ സാധനം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം, എന്താണ് ഈ സംഭവം ഇതിങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളോട്, വിജയേട്ടാ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ്? ഒരു കുട്ടിയുടെ വളരെ സ്വാഭാവികമായ സംശയമാണ്. ഞാൻ ചോദിച്ചു, വിജയേട്ടാ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ബാബു എന്നാ എന്നെ വിളിക്കുന്നത്. ബാബു, ഉറങ്ങുമ്പോൾ നാം നിസ്സഹായരാണ്. ശത്രു എപ്പോഴാണ് ആക്രമിക്കുക എന്നറിയില്ല. അതിനുള്ള പ്രതിരോധത്തിന്റെ ഒരു മാർഗമാണ് ഈ രീതി കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അതൊരു ഒരു യുക്തമായി തോന്നിയില്ല. സംഗതി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇയാളോട് പറയാതെ എല്ലാവരും ഇങ്ങനെ നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ തിരിഞ്ഞടിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നേരെ ആണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. തൊട്ടപ്പുറല്ലേ വീട്ടിലേക്ക്. അപ്പൊ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഓലയമ്പലം വന്ന് പറഞ്ഞ ടൗണിലെ പട്ടണത്തിലേക്ക് പോകാൻ സാധാരണ വൈകുന്നേരം 4 മണിയാകുമ്പോൾ അച്ഛൻ പുറത്തേക്ക് പോകുന്നതാണ്, പാർട്ടി ഓഫീസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോയി അച്ഛനോട് നിയന്ത്രണ വേഗം വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല അച്ഛാ ഇത് ഇങ്ങനെയുണ്ട് ഒരു സാധനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഇത് പറയുന്നത്? അവിടെ ഇങ്ങനെയുണ്ട് 1.5 ഇഞ്ച് നീളത്തിലുള്ള കമ്പിയ പിത്തളയുടെ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വിജയാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിങ്ങനെ ശത്രു എപ്പോഴാണ് ആക്രമിക്കുക എന്നറിയില്ല, അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അച്ഛൻ ഒന്നെന്നെ നോക്കി, എന്നിട്ട് ആത്മകഥം പോലെ അച്ഛൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താ അറിയുക മിസ്റ്റർ നമ്പ്യാർ പറഞ്ഞത്? ഇതുപോലത്തെ ഒരു ഭീരു എന്നാണ് ഈ വിദ്വാനെ കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കമന്റാണ്. ഞാനത് എൻ്റെ തലയിൽ അന്ന് കയറ്റി വെച്ച സാധനമാണ്. ശ്രീ ഷാജി, ബെർലിൻ കുഞ്ഞനന്തൻ നായരും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പിണറായി വിജയന്റെ ഭീരുത്വത്തെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ആ വാതിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് മറ്റേ ഇതെല്ലാം കൂടി 50 സംഭവം. അപ്പൊ ഇതാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം. ഞാൻ മാക്സിമം വന്നാൽ ഒരു 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ മറ്റോ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഞാനന്ന്. അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ. അപ്പൊ ഇതാണ് ചിത്രം. ഇത്രമാത്രം സെക്യൂരിറ്റി അന്ന് എൻ്റെ വീട്ടിൽ എന്താണ്, എൻ്റെ വീട്ടിലെ ഞാലുമുറി എന്ന് പറയുന്നതാണ് എൻ്റെ അച്ഛൻ ഞാലുമുറി എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുത്ത മുറിയാണ്. അങ്ങനെയല്ല നമ്പ്യാർക്ക് അറിയാം, നമ്മുടെ നാടൻ പ്രദേശത്തിൽ പറയുന്നത് കൂട്ടിയെടുത്ത മുറിയാണ്. ആ മുറിക്ക് വാതിലില്ലാത്ത മുറിയിലാണ് എൻ്റെ അച്ഛൻ പാണ്ഡ്യാനഗോപാലൻ കിടന്നുറങ്ങുന്നത്. അപ്പൊ എൻ്റെ മനസ്സിലുള്ള വിഷയം എന്താണ്? അത് എൻ്റെ അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ അന്നേരം അത് കുട്ടിയല്ലേ ഞാൻ എൻ്റെ അച്ഛനില്ലാത്തൊരു സെക്യൂരിറ്റി, എന്ത് സെക്യൂരിറ്റിയാണ് ഇയാൾക്ക് വേണ്ടത്? ഇയാൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് വേണ്ടത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഈ ചോദ്യത്തെ എൻ്റെ അതേപോലെ മുറുകെ പിടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് 61 വയസ്സായി. ഈ മുറുകെ പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇയാൾ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മുറിക്കകത്തോട് ഈച്ച കടക്കുമോ? അതിനകത്ത് വിതൗട്ട് ദ കൺസെന്റ് ഓഫ് ഹിം കടക്കുമോ? ഒരാൾ കയറി വരുന്നു, അതാരാണെന്ന് ഞാനെന്തിനാണ് നോക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അയാൾ ഇതിനകത്ത് എഴുതി ചേർത്തു, ഇതാണ് വാ തുറന്ന കളവ് പറയാനുള്ള സംഭവമാണിത്. അത് ചെയ്തെങ്കിൽ ചെയ്തൊന്ന് ഏറ്റെടുക്കാനുള്ള സത്യസന്ധതയും ധീരതയും കാണിക്കണം. ഈ ധീരത കാണിക്കാത്തത് കൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്രയേറെ വലിയ തന്റെ മകളെ രക്ഷിക്കാൻ
എന്തെല്ലാം വൃത്തികേടുകളും തന്റെ കുടുംബത്തിനിടയ്ക്ക് എന്തെല്ലാം ചെറ്റത്തരങ്ങളും ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ ഏറ്റവും പരിഹാസ്യമായ ഒരു അധ്യായമാണ് വാസ്തവത്തിൽ ഈ PR ഏജൻസി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇപ്പൊ തുടർന്നുകൊടുക്കുന്ന സംഭവം. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനകത്തൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് 75 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും പാർട്ടി PB എന്ന് പുറത്തു പോകുമല്ലോ. ഒറ്റ 75 വയസ്സ് പാർട്ടി PB എന്ന് പുറത്തു പോകുമല്ലോ. വെറുതെ പ്രായാധിക്യക്കാരൻ. പക്ഷേ പത്രക്കാർ ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ്? ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടി, ഞാൻ മത്സരിക്കണമോ വേണ്ടിയോ തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിക്കും. 75 വയസ്സ് എന്നുള്ളത് പാർട്ടിയുടെ ഒരു ബാർ ലൈനാണ് എങ്കിൽ ആ ബാർ ലൈനിനകത്ത് ഇയാൾക്ക് എങ്ങനെയാണ് ഭേദഗതി വരുന്നത്? പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന ഭേദഗതി എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇയാൾക്ക് വീണ്ടും PBയിൽ വരണം, PBയിൽ വരണം. അതിന് കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾ? ഞാൻ അതിനൊരു റീസൺ പറയാം. ഈ PBക്കകത്ത് നിന്ന് ഈ വരുന്ന സമ്മേളനത്തോട് 9ഓളം PB മെമ്പർമാർ പുറത്തു പോവുകയാണ്. അതിൽ മഹാഭൂരിപക്ഷം പേരും ഇയാളെ PBക്കകത്ത് ന്യായീകരിക്കുന്നവരാണ്. അവരെല്ലാവരും പോവുകയാണ്. പിന്നെ ഇയാൾക്ക് PBയിൽ ഇയാളെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഉള്ള ആളുകളില്ലാതായി തീരുകയാണ്. അപ്പോ വീണ്ടും എന്ത് വേണം? വീണ്ടും ഈ പാർട്ടിയുടെ ഒരു അധികാരിയായി എനിക്ക് വരണം. അങ്ങനെ 3ാം തവണയും ഈ പറയുന്ന സർവവൃത്തികേടുകളും നടത്തി അധികാരം പിടിച്ചെടുക്കണമെന്ന രോഗാതുരമായ ഒരു മനസ്സിന്റെ ഉന്മാദത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ കേരളത്തിനകത്ത് ഇപ്പോ ഇയാൾ ഡൽഹിയിൽ പോയിട്ട് വാർത്താ സമ്മേളനം നടത്തിയത് യഥാർത്ഥമായിരിക്കുന്ന രാഷ്ട്രീയവും അടിസ്ഥാനപരവുമായിരിക്കുന്ന കാരണം ഇതാണ് എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എന്റെ പ്രാഥമികമായിരിക്കുന്ന വാദം. യെസ്, PR ശിവശങ്കർ വീണിടത്ത് കിടന്നു ഉരുളുന്നു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. പക്ഷേ എങ്കിലും സമർത്ഥമായ രാഷ്ട്രീയം കളിക്കുകയാണ് പിണറായി വിജയൻ. പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പിണറായിയുടെ ഓരോ മൂമെൻറ്റും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളാണ് ശ്രീ പാണ്ഡ്യാല ഷാജി. വളരെ സമർത്ഥമായി ഇതിനിടയിലും രാഷ്ട്രീയം കളിക്കുന്നു എന്നൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, പിണറായി വിജയൻ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയല്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഹിന്ദു ലേഖിക അഭിമുഖം അനുവദിച്ചു. പിണറായി വിജയനെ പോലുള്ള ഒരു ഭരണാധികാരി എത്രത്തോളം കർക്കശ സ്വഭാവം അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ സ്വന്തം മകൾ പോലും കടന്നു ചെന്നില്ല. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു ഈച്ച പോലും, ഷാജി പറഞ്ഞത് ശരിയാണ്, ഒരു ഈച്ച പോലും അകത്തേക്ക് പോവില്ല. അതാണ് പിണറായി വിജയൻ. അപ്പോൾ കൃത്യമായി PR ഏജൻസിയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ PR ഏജൻസി കൈസൺ ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചില ഉരുണ്ടുകളികൾ നടത്തുന്നു. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല, ഉത്തരം മുട്ടുന്നു. പക്ഷേ എങ്കിലും പിണറായി എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ഉദ്ദേശിച്ചത്, അത് ഒരളവോളം കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടില്ലേ? അനന്തം, എനിക്ക് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പാണ്ഡ്യാല ഷാജിക്ക് വർഷങ്ങളായി CPMമായിട്ട് അടുത്ത ബന്ധമുള്ള, CPMൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും അത് നന്നായി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിരീക്ഷകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ജനൻ TVയിലെ താങ്കളുമായിട്ടുള്ള ചർച്ച ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഞാൻ ഇത്തവണയും പാണ്ഡ്യാല ഷാജി പറഞ്ഞ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം കേൾക്കുകയായിരുന്നു. ഞാൻ അതിനോടൊക്കെ ഒരു പരിധിവരെ യോജിക്കുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ അതിന് പകരം വയ്ക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയമായ അജണ്ടയോ അത്തരത്തിലുള്ള ഒരു എതിരാളിയോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ അൻവറും വന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിചിതമായ ഒരു രാഷ്ട്രീയമായ ഒരു ഭൂമിക പിച്ചിലല്ല അവരിന്ന് കളിക്കുന്നത് എന്നതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ CMന് ഹിന്ദു പോലുള്ളൊരു പത്രത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഒരു PR ഏജൻസിയും അതിൻ്റെ ഒരു സിസ്റ്റവും ആവശ്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഇംഗ്ലീഷിൽ അടിക്കുന്ന ദേശാഭിമാനിയാണ് ഹിന്ദു എന്നുള്ള ഒരു ആരോപണം മാറ്റി നിർത്തിയാൽ തന്നെയും ഒരു ഇംഗ്ലീഷ് പത്രത്തിനോ അല്ലെങ്കിൽ മലയാള പത്രത്തിനോ ഒരു സംസ്ഥാനത്ത് CMൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്ര ഒരു മോശം സാധനമൊന്നുമല്ല, ആരായാലും അച്ചടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു PR ഏജൻസിയുടെ ഒരു നിർബന്ധം വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും മോശമാണോ മുഖ്യമന്ത്രി? അങ്ങനെയാണെങ്കിൽ അത് വളരെ ദയനീയമാണ്. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിൻ്റെ SFIയുടെയൊക്കെ സ്ഥാപക നേതാവായ റാം അടക്കമുള്ള ആളുകൾ എഡിറ്റോറിയൽ ബോർഡിലുള്ളപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല വെച്ചാൽ ഇദ്ദേഹം രാജിവെച്ച് ആ കാര്യം കൊണ്ട് പോകണമാണ് നല്ലത്. അത്ര മോശമായി സ്ഥിതി എന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമില്ല എങ്കിൽ എന്തിനായിരുന്നു ഈ PR ഏജൻസി ഉണ്ടായിരുന്നു? എനിക്ക് അതിൽ കൂടുതൽ സംശയമുള്ളത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം, ഹിന്ദു പോലുള്ള ഒരു പത്രം ഒരു PR ഏജൻസിയുടെ ഒരു സ്റ്റാഫ് നൽകിയാൽ പ്രിന്റ് ചെയ്യുമെന്ന് അനിൽ നമ്പ്യാർ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടേക്കുന്നത് അയൽവക്കത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു പത്രത്തിൽ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാമുള്ള വലിയ വാഗ്ധോരണികളാണ് ആ പത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കാൻ ഹിന്ദു പത്രം വായിക്കണം. ഇപ്പോൾ മുഴുവൻ തെറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വാചകങ്ങളൊക്കെ അടിച്ച ഒരു പത്രത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയോ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സാധനം കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ള അനിൽ നമ്പ്യാർ എത്രയോ വർഷങ്ങളായി ഒരു മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നു. താങ്കൾ കയറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ ഒരു പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യം നടക്കില്ല. ഹിന്ദുവിലോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള നാഷണൽ ഏജൻസിയിൽ ഒട്ടും സംഭവിക്കില്ല. 2, അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ക്രോസ് ചെക്ക് ചെയ്യില്ലേ? PR ഏജൻസി ഹാസ് ബീൻ ഗിവൺ സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ്, ഷുഡ് ഐ ഇൻക്ലൂഡ് ദിസ് എന്ന് ഈ പറയുന്ന ബിന്ദു ആരോടായിരിക്കും ചോദിച്ചിരിക്കുക? ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുമോ? ചോദിക്കാതിരിക്കുമെങ്കിൽ അവരെ അന്ന് തന്നെ ഇന്ന് സസ്പെൻഡ് ചെയ്തേനെ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോടായിരിക്കും? അപ്പോൾ അങ്ങനെ ഒരു കാര്യവും കൂടി ഫോളോ ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലേഖിക ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടാണ് അങ്ങനെ? അതും അല്ലെങ്കിൽ അവരെയും കൂടി ചതിച്ചോ എന്നല്ലേ വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതിലൊരു കാര്യം പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ പിറകിലെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ PR ഏജൻസി മുഹമ്മദ് റിയാസിൻ്റെയും കൂടെ PR ഏജൻസിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു PR ഏജൻസിയെ വെച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ തകർക്കുവാനായി അവിടുത്തെ PR ഏജൻസിയുടെ ആളുകളും ഈ അദ്ദേഹത്തിൻ്റെ പുതിയ ബന്ധുക്കളും അതുപോലെ തന്നെ പാർട്ടിയിലെയും അതല്ലെങ്കിൽ CMൻ്റെ ഓഫീസിലുമുള്ള പ്രസ് സെക്രട്ടറിമാരോ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ കൂടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഗൂഢാലോചന അന്വേഷിക്കേണ്ടതല്ലേ? ഇത് ഞാൻ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇത് പലകുറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഗൂഢാലോചന സത്യത്തിൽ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അൻവർ ഇളക്കിവിടുന്ന വലിയ രാഷ്ട്രീയത്തെ തകർക്കുവാനായി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായി വലിയ രീതിയിലുള്ള ഒരു ലഹള അല്ലെങ്കിൽ ഒരു വലിയ കലാപം സൃഷ്ടിക്കുകയും അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു രക്ഷകൻ്റെ റോളിൽ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ സൃഷ്ടിച്ച ഒരു PR ഏജൻസി കഥയായി ഇതിനെ കാണണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിലുള്ളൊരു അന്വേഷണം ആവശ്യമുണ്ട്, ഒരു സംശയവുമില്ല ഈ കാര്യത്തിൽ. 2, ഇത് ആദ്യമായിട്ടല്ല പിണറായി വിജയൻ ഇത് പറയുന്നത്. ഞാൻ പിണറായി വിജയൻ്റെ കഴിഞ്ഞ കുറേ നാളത്തെ പത്രസമ്മേളനങ്ങളൊക്കെ എടുത്ത് പഠിച്ചപ്പോൾ അനിലിന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 2021 സെപ്റ്റംബർ 21 അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തില്ല. നമുക്കറിയാം അന്ന് ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മതപരമായ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയയുടെ ഭാഗമായിട്ടല്ല ഒരു റിലീജിയനുമുള്ളത്, അത്തരത്തിലുള്ള കണക്കുകൾ തെറ്റാണ്. അന്ന് ബിഷപ്പ് ആരോപിച്ചതുപോലെ മുസ്ലിം സമുദായത്തിനല്ല കൂടുതൽ പങ്കാളിത്തം ഇത്തരത്തിലുള്ള ഡ്രഗ് വിഷയത്തിൽ. അത് ആ കണക്കുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ ഇങ്ങനെയാണ്: ഏതാണ്ട് 4941 കേസുകൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി 5 വർഷത്തെ കണക്കുകൾ അദ്ദേഹം പറയുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4941 അതിലേതാണ്ട് 5422 5422 ഇത്രയും കണക്കുകൾ. ഞാനന്ന് ചർച്ചയിൽ ഇരുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 5422 ആളുകളെ അക്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്.
എന്നിട്ട് ആ കണക്കുകൾ അദ്ദേഹം പറയുന്നു 2700 ഹിന്ദുക്കളുണ്ട്, അതിൽ 1769 മുസ്ലിങ്ങളുണ്ട്, 853 ക്രിസ്ത്യൻ വിഭാഗക്കാരുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹിന്ദുക്കളാണ് കൂടുതൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഒട്ടും മോശമില്ല എന്നുള്ള കണക്ക്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് പത്രപ്രസ്താവനയൊക്കെ വായിച്ചറിയാൻ ഞങ്ങളും അന്ന് തന്നെ ചാനൽ പറഞ്ഞു, ഇത് വളരെ മനഃപൂർവ്വം ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതാണ്. കാരണം ഒരു ജനസംഖ്യാ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കണക്ക് നോക്കുമ്പോൾ 2700 ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 5422 ഏതാണ്ട് 49.8% മാത്രവും, അതുപോലെ തന്നെ 1809 മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ 5422 34%, 853 എന്നുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കണക്ക് 15.73%. ജനസംഖ്യാനുപാതത്തിൽ ഹിന്ദുക്കളുടെ കണക്ക് 54%. അപ്പോൾ ഹിന്ദുക്കൾക്ക് 49 വരുന്നുള്ളൂ. മുസ്ലിം ജനസംഖ്യ 26%, അവിടെ 34% വരുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യ 18%, പക്ഷേ അവിടെ 15% വരുന്നുള്ളൂ. ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ കളിയാക്കുവാനും തകർക്കുവാനും വേണ്ടിയിട്ടുള്ള കണക്കുകളല്ലേ. ഇത്തരത്തിൽ ജാതിയും മതവും തിരിച്ചുകൊണ്ട് കുറ്റവാളികളെ കണക്ക് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരക്ഷരം അദ്ദേഹം ഈ കണക്കുകളെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ഇത് മിണ്ടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുവാനായിട്ടുള്ള വലിയ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് മദ്രസകൾ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഹിന്ദു ദേവാലയങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള സ്ക്വാഡിനെ വെക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഞാനിപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് അനിൽ നമ്പ്യാർക്ക് മറ്റൊരു വീഡിയോ ഇപ്പോൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞ മറ്റുള്ള കുറേ കണക്കുകൾ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇത്തരത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും വിട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെയും മതേതരത്വ സ്വഭാവത്തെയും തകർക്കുവാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല, അതിന് അദ്ദേഹം താല്പര്യമുണ്ട്. അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന, ഇടതുപക്ഷത്തിനും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഒരു ഹിന്ദു സമുദായത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അത് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ക്രോസ് ചെക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ അവിടുത്തെ പ്രസ് സെക്രട്ടറിയും മറ്റും ശ്രമിക്കാതിരുന്നത്? ഒരു PR ഏജൻസി വരുന്നു, അതിൻ്റെ കൂടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ ആരുമില്ല, 2-3 പ്രസ് സെക്രട്ടറിമാരും മാധ്യമ ഉപദേഷ്ടാക്കളൊക്കെ ഉണ്ടായിട്ടും ആരും വരുന്നില്ല. ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു ഇക്കാര്യത്തിൽ. അദ്ദേഹമല്ല ഇത് പറഞ്ഞിട്ടുള്ളെങ്കിൽ എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ 3 മുഖ്യമന്ത്രിമാർ ഇത്തരത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീ AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തിയായി ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തിനെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു, കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റുന്നു, ഇത് ശരിയല്ല, ഇത് ബാക്ക്ലാഷ് ഉണ്ടാവുമെന്ന് AK ആന്റണി പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് സ്ഥാനം പോയി. VS അച്യുതാനന്ദൻ ഇതേ ഭാഷ ഉപയോഗിച്ചു. ഇവിടെ ഒരു പ്രത്യേക മതസമുദായം തീവ്രവാദ ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്നു, സ്ത്രീകളെ പെൺകുട്ടികളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതാ മുഖ്യമന്ത്രിയും അവസാനം നഷ്ടപ്പെടാൻ പോകുമ്പോൾ ഈ കണക്കുകൾ പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്ത് വളരെ വലിയ രീതിയിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതൊരു സമുദായത്തിൻ്റെ മാത്രമല്ല, പക്ഷെ തീവ്രവാദ സംഘടനകളുണ്ട്. അതിൽ ചില മതസംഘടനകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മുസ്ലിം സമുദായത്തിലെ 90% ആളുകൾക്കും ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ആ സമുദായത്തിലെ തന്നെ തീവ്രവാദ സംഘടനകൾ ഇതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അതല്ലേ ഗവർണർ ചോദിച്ചത്. മുഖ്യമന്ത്രിക്ക് ഈ വിവരങ്ങൾ മുഴുവൻ അറിയാമല്ലോ. ഈ തീവ്രവാദ പ്രവർത്തനത്തെയും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചിട്ടും അതുപോലെ നടക്കുന്ന ഈ വലിയ അഴിമതിയും മാഫിയ സംഘത്തിൻ്റെയും തലവനായ ഒരാളെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ സ്വന്തം പാർട്ടിയിലും സ്വന്തം മിനിസ്ട്രിയിലും സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ എടുത്തു പറയുവാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സംസ്ഥാനത്തെ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി കൃത്യമായി പറഞ്ഞില്ലേ, മാഫിയ തലവനാണ്, കൊള്ളക്കാരനാണ്, ദേശദ്രോഹ പ്രവർത്തനം ചെയ്തിരിക്കുന്നു, സ്വർണ്ണക്കടത്തുകാരനാണ്. ഇതെല്ലാം പറയുന്നത് ആർക്കെതിരെയാ? ഇന്നലെ വരെ സ്വന്തം പാർട്ടിയെ, സ്വന്തം മുഖ്യമന്ത്രിയെ പിന്തുണച്ച നേതാവിനെക്കുറിച്ച്, MLA കുറിച്ച് സംസ്ഥാനത്തെ CPM ഒരു പ്രധാനപ്പെട്ട നേതാവ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലേ.
ഇതെങ്ങനെ അദ്ദേഹത്തിന് അറിഞ്ഞിട്ടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറിയിച്ചില്ലേ? ഇതൊന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റലിജൻസ് എന്തിനാ ഈ പോലീസ് സംവിധാനം? സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ നേതൃത്വവും ഒരു MLAക്ക് കൊള്ളക്കാരനാവുവാനും മാഫിയ തലവനാവുവാനും സംസ്ഥാനത്തെ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുവാനും എല്ലാ സഹായവും ചെയ്തിട്ട് ഇപ്പോൾ നിവർത്തികേട് കൊണ്ട് തിരിച്ചു പറയുന്നതിനെയാണ് ഉളുപ്പില്ലായ്മ അല്ലെങ്കിൽ നിവർത്തികേടെന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രി രാജിവെച്ചു പോകണം. അതാണെന്ന് BJP സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്. കാരണം ഈ സംസ്ഥാനത്തെ കൊള്ളക്കാരുടെ കയ്യിൽ, ദേശദ്രോഹികളുടെ കയ്യിൽ, കള്ളക്കടത്തുകാരൻ്റെ കയ്യിൽ, മാഫിയക്കാരൻ്റെ കയ്യിൽ നൽകിയത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അത് അംഗീകരിക്കണം. അത് സ്വയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്, അതിൻ്റെ കണക്കുകൾ അദ്ദേഹം സ്വയം പുറത്തുവിട്ട സ്ഥിതിക്ക് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഇനി ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അധികാരമില്ല, അവകാശമില്ല, ഒരു സംശയവുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പറയാം. Can I continue? Yes, please. രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന്, ഇന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന് PR ഏജൻസിയേ ഇല്ല എന്നാണ് ശ്രീ ഗോവിന്ദൻ മാഷും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. സംസ്ഥാനത്തിന് PR ഏജൻസി ഇല്ല എങ്കിൽ ഇവർ റിലയൻസിൻ്റെ PR ഏജൻ്റായിരിക്കും മുഖ്യമന്ത്രി. അങ്ങനെ ആവാമല്ലോ. കാരണം ഈ PR ഏജൻസി അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ സമ്മതിക്കുന്നുണ്ട്, ഇദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനാണല്ല വേണ്ടെങ്കിൽ റിലയൻസിന് വേണ്ടിയിട്ടായിരിക്കും മുഖ്യമന്ത്രി ഈ പ്രവർത്തനം നടത്തുന്നത്, ഒരു സംശയവുമില്ല. കാരണം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കറിയാം, റിലയൻസ് ഇവിടെ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ ഇൻഷുറൻസ് ഏജൻസിയും ആദ്യം കൊടുത്തത് റിലയൻസിനല്ലേ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 3 ഇൻഷുറൻസ് ഏജൻസിയും മറ്റു പല ഏജൻസികൾ ഉണ്ടായിട്ടും എന്തിനാണ് കൂടുതൽ തുകയ്ക്ക് റിലയൻസിന് നൽകിയത്? അപ്പോൾ ആരായിരുന്നു ഇന്ന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടുത്തെ കുത്തകൾക്കെതിരെയും ബഹുരാഷ്ട്ര കുത്തകൾക്കെതിരെയും നിരന്തരം സമരം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് റിലയൻസിന് കൊടുത്തത്? എന്തിനാണ് അതേപോലെ ഈ സീഡാക്ക് റിലയൻസിന് കൊടുത്തത്? ഇത്രയത്ര ഇവിടെ ഈ ഫ്രഞ്ച് കമ്പനിക്ക് ഇത്തവണ ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ പ്രോഗ്രാം കൊടുക്കാൻ പോകുന്നു. അതേപോലെ മെട്രോൻ്റെ മുഴുവൻ കണക്കുകളും മറ്റൊരു സ്വകാര്യ കമ്പനിയുടെ ബാങ്കിന് നൽകുന്നു. ഇതെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് അടക്കം അങ്ങോട്ട് നൽകുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ പിണറായി വിജയനും ഈ കേരളത്തിൽ ഇവർ പറയുന്ന ഒരു കുത്തക വിരുദ്ധ സമരത്തിൻ്റെ മുഖച്ഛായൊന്നുമല്ല. സത്യത്തിൽ എല്ലാ കുത്തകൾക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് റിലയൻസിന് വേണ്ടിയിട്ട് കീഴടങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക്. അത് നമ്മൾ പല കുറി കണ്ടു കഴിഞ്ഞതാണ്. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും റിലയൻസിൻ്റെ PR ഏജൻസിയായി മാറി എന്നല്ലെങ്കിൽ തിരിച്ചല്ല എങ്കിൽ, PR ഏജൻസിയായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ആളെ അല്ല എടുത്തെങ്കിൽ തിരിച്ചായിരിക്കാം സാധ്യതയുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും സംസ്ഥാനത്ത് അവരുടെ അധികാരം നഷ്ടപ്പെടുവാൻ, സത്യത്തിൻ്റെ ഒരു അല്പമെങ്കിലും പറഞ്ഞപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ള ചരിത്രമുണ്ട്. മുഖ്യമന്ത്രിക്കും അതേ പാതയിലാണ്. സത്യമാണ് പറഞ്ഞതെങ്കിൽ നഷ്ടപ്പെടും, അതല്ല അത് പറഞ്ഞു വയ്ക്കുകയും തനിക്ക് ആവശ്യമായ വോട്ടുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുമെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ നഗ്നനാണ് എന്ന് പറയേണ്ടി വരും ജനങ്ങൾക്ക്, ഒരു സംശയവുമില്ല. അതല്ലെങ്കിൽ പോലും സംസ്ഥാനത്ത് ഇത്രയേറെ കൊടും ക്രിമിനലിന് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു നിയമസഭാ കക്ഷി യോഗത്തിൽ സ്പേസ് കൊടുക്കുകയും MLA ആക്കുകയും 2 പ്രാവശ്യം വളർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്നുള്ള കുറ്റം ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അദ്ദേഹം ഇനി എത്ര വെളുത്ത ഷർട്ടിട്ടാലും 2 പേന കുത്തിയാലും ഒരു സംശയവുമില്ല, സംസ്ഥാന മുഖ്യമന്ത്രി അഴിമതിക്കും ഈ ജനദ്രോഹത്തിനും ദേശദ്രോഹത്തിനും ഇവിടുത്തെ മാഫിയ തലവനും കൂട്ടുനിന്നവനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി വെട്ടിലായെങ്കിലും സമർത്ഥമായ രാഷ്ട്രീയം കളിക്കുന്നു എന്ന ഒരു വാദം. മുഖ്യമന്ത്രിക്ക് പാര പണിയുന്നത് അകത്തുള്ളവർ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെയാണെന്ന മറ്റൊരു വാദം. ശ്രീ N. ശ്രീകുമാറിൻ്റെ നിരീക്ഷണം എന്താണെന്ന് നമുക്ക് അറിയാം. ശ്രീകുമാർ സർ, എന്താണ് താങ്കളുടെ നിലപാട്? N. ശ്രീകുമാർ, കേൾക്കാമോ എൻ്റെ ചോദ്യം? യെസ് അദ്ദേഹത്തിലേക്ക് പോകാം. ശ്രീ പാണ്ഡ്യാല ഷാജി, അകത്ത് നിന്ന് തന്നെയാണ് ആക്രമണം വരുന്നത്. PR ശിവശങ്കറിൻ്റെ ആ നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് കറക്റ്റാണ്. അകത്ത് നിന്ന് നിരീക്ഷണം, അകത്ത് നിന്ന് ഈ വിമർശനം വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2 വിഷയമാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു സംഭവം
നമ്മളിപ്പോൾ കേൾക്കുന്നത് വാസ്തവത്തിൽ അൻവറിലൂടെയാണ് നമ്മൾ ഈ സ്വയം വിമർശനം ചർച്ചക്കെടുക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും ഗൗരവതരമായി വരേണ്ടുന്ന ഒരു സംഭവമാണ് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്നത്. ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സംഭവം നേതാക്കന്മാരായ ആളുകൾക്ക് പാർട്ടി അണികളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും പറ്റിക്കാനുള്ള പ്രയോഗം മാത്രമാക്കി മാറ്റി. അതുകൊണ്ടാണ് അൻവർ വിളിച്ച് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറ്റെവിടെയും ഇല്ലാത്തതിനേക്കാൾ ഉണ്ടാവുന്ന ഒരു മുഴക്കം ഉണ്ടാവുന്നത്. കാരണം ഇത് പറയേണ്ടതാണ് എന്ന്. പക്ഷേ വിഷയം കിടക്കുന്ന എവിടെയാണ്? കിടക്കുന്ന വിഷയം എവിടെയാണ്? അതിൻ്റെ ദിശ തെറ്റി സഞ്ചരിക്കാനുള്ള ഒരു സ്പേസിനെ കൂടി അത് നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയെ ഉണ്ടാക്കി കൊടുക്കുന്ന ആര് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യത്തിൽ ഈ CM എന്ന് പറയുന്ന ഈ പെരുങ്കള്ളം ചെയ്തു വെച്ചിരിക്കുന്നതിലെയാണ്. അത്തരമൊരു സംഗതി ഉണ്ടാക്കി വെക്കുന്നതിലൂടെ, അത്തരമൊരു സംഭവം ഉണ്ടാക്കി വെക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയിലൂടെ, പിന്നെ ഒരു പ്രചരണത്തിലൂടെ അത് ചെയ്യാൻ ഹിന്ദുവിനെ പോലൊരു പത്രത്തെ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, ഞാൻ അവിടെയും പറയുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, അവിടെ എന്തുകൊണ്ട് വൈ ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ പേരെന്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടെ ഈ സാധനം? പറയില്ലേ? അപ്പൊ ഇത് പ്രയോഗിക്കാനുണ്ടായിരിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ ഭൂമിക ഇന്ത്യയിൽ നിലനിൽക്കുന്നുവെന്നും അതിൻ്റെതായിരിക്കുന്ന വലിയ സാധ്യതകൾ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പിൻബലത്തിലും കൂടിയാണ് തനി നീച ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്ത് ഇവിടെ ആടെ പോയി സാധനം ചെയ്തത്, അപ്പുറത്ത് പോയി സാധനം ചെയ്തു. അത് ഇവിടെ മലയാളത്തിൽ കൊടുത്താൽ പോയി സംഭവം അത് കൊടുക്കില്ല. അപ്പൊ ഇത് വരുമ്പോൾ ഇതിനെതിരെ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സ്വാഭാവികമായ പിന്നെ ആവിഷ്കാരമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അനുകരണങ്ങളെന്നോ നിലക്കാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെ വിലയിരുത്തുന്ന ഘട്ടത്തിൽ പോലും ഇദ്ദേഹം ഇദ്ദേഹം ഹാ പറഞ്ഞ് പരിഹസിക്കുകയാണ് ആളുകളെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചിരിയല്ല, ഇത് ഇളിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം. അത് കൊലച്ചിരിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. കൊലച്ചിരിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വസ്തുതാപരമായി 1, 2, 3, 4 ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് അയാൾ പറയണം. അത് പറയില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ പറഞ്ഞതിന്റെ ഇടയ്ക്കായി ഞാൻ പറയാണ്, വീണ്ടും ഈ വിഷയം വന്നപ്പോൾ ഇയാൾ എടുത്തൊരു കമ്മീഷനെ വെച്ചല്ലോ. ഇപ്പോൾ വീണ്ടും നമ്മുടെ മുമ്പിൽ ഇയാൾ വെച്ചേക്കുന്ന കമ്മീഷൻ എന്താണെന്ന് ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ പ്രസിദ്ധവും വിഖ്യാതവുമായിരിക്കുന്ന പ്രയോഗം ഉണ്ടല്ലോ, പിന്നെ ജീവൻ സുരക്ഷാ പ്രവർത്തനം. ഈ ജീവൻ സുരക്ഷാ പ്രവർത്തനം വിറകിറാൻ പോകുന്ന ഒരാൾ പിന്നെ ചെയ്യുന്ന മഴ ഉപയോഗിക്കുന്ന പോലെയല്ലേ ഇയാളുടെ ബോഡി ഗാർഡായിരിക്കുന്ന ഗൺമാനായിരിക്കുന്ന അവരെ പോലീസ് എന്നാ വിളിക്കാമല്ലോ. അവർ ക്ലീൻ ചിറ്റ് കൊടുത്തു. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ? എന്താണ് സംഭവിച്ചത് കേരളത്തിനകത്ത്? ഇതിനെ ന്യായീകരിക്കാനല്ലേ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുന്നത്? അയാളെ സത്യത്തിൽ ഞാൻ ഒരു തവണ ചർച്ചയിൽ നമ്പ്യാറിനോട് തന്നെ പറയാണ്, ഇവരൊക്കെ പിരിച്ചു ശമ്പളമില്ല, അതായത് പെൻഷൻ പോലും കിട്ടാതെ പിരിച്ചു വിടണം. ഇവരെയല്ലോ പെൻഷൻ പോലും കിട്ടാതെ പിരിച്ചു വിടണം. ചെറുപ്പക്കാരായ കുട്ടികളെ ഇത്ര മാരകമായി ആക്രമിക്കാൻ ഇവൻ ആരുടെ മഴുക്കാരനോ? ഇവനല്ലോ അടിക്കുന്നത്, ഈ മഴുക്കാരനായിരിക്കുന്നത് മാരകമായി മർദ്ദിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, എല്ലാവരും കണ്ടതാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു. തെളിവില്ല. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്ത് അന്വേഷണം? ഇതെന്താ സത്യം എന്നറിയോ? ഇയാൾ ജാഥയിൽ ആർക്കും, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇയാൾ ഒരിക്കലും മാർക്സിസ്റ്റും അല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റ്, ഇയാൾക്ക് മനുഷ്യനാവാൻ പോലും കഴിയില്ല. ഇതൊന്നും ആവാൻ കഴിയാത്ത അയാൾ എങ്ങനെയോ ഇടതുപക്ഷത്തെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് നിങ്ങൾ ആര് വാഴ്ത്തിയാണ് ഞാൻ സമ്മതിക്കില്ല. അത് വെറുപ്പോ വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല, അതിന് മാത്രം ഇല്ല, ഞാൻ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നതാണത്. പക്ഷേ ഒരു മിനിമം ഡീസൻസി, മിനിമം മര്യാദയും കാണിക്കട്ടെ. ഈ മര്യാദ കാണിക്കാതെ അതിനകത്തായിട്ട് പത്രക്കാരായിരിക്കുന്ന ആളുകളെ പോലെ തന്നെ പരിഹസിക്കലോ, പറഞ്ഞിട്ടല്ലേ അതെയോ പരിഹസിക്കലോ? ആ പരിഹസിക്കുന്ന പോലെ വാർത്തയിൽ ചിലവർ പരിഹസിച്ച് അത് എഴുതിയിട്ടുണ്ട്, ബോറാക്കിയിട്ട് സാധനം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? എനിക്ക് തൊട്ട് മുമ്പേ അദ്ദേഹം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ദല്ലാളാണ് വാസ്തവത്തിൽ ഇയാൾ. ദല്ലാൾ ഇന്ത്യയിലെമ്പാടും പ്രവർത്തിക്കുന്ന മുഴുവൻ അന്താരാഷ്ട്ര പിന്നെ വാണിജ്യ ബന്ധങ്ങളുമുള്ള കോർപ്പറേറ്റുകളുടെ ഗതികെട്ട ദല്ലാളാണ് ഇയാൾ. ഈ ഗതികെട്ട ദല്ലാളിന് രാഷ്ട്രീയം ഒന്ന് മാത്രമേ ഉള്ളൂ. ദല്ലാൾ ഉണ്ടാക്കിയിരിക്കുന്ന പണത്തിന്റെ ഗൗരവകരമാക്കുന്ന വിഷയം എന്താ അറിയോ? അയാൾക്ക് ഒരിക്കലും നാഷണൽ ബൂർഷ്വാസി ആവാൻ കഴിയില്ല. വർഗപരമായി നാഷണൽ ബൂർഷ്വാസി ആവാൻ കഴിയില്ല. പറ്റിക്കലും ചതിയുമല്ലാതെ വേറൊന്നുമില്ല. ഈ പറ്റിക്കലും ചതിയും ആയതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൽ നടത്തിയിരിക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനവും എന്താണ്? കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളാണ്. എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? എന്തൊക്കെ നടത്തിയിട്ടോ? മുഴുവൻ കൺസ്ട്രക്ഷൻ ആണ്. ഈ കൺസ്ട്രക്ഷന്റെ മുഴുവൻ ഉത്തരവാദിത്വ ചുമതലയും ആർക്കാണ് കൊടുത്തത്? ഊരാളുകൾ പിന്നെ സൊസൈറ്റിക്ക് മാത്രം. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്, അത് ഇയാളുടെ മകളാണ്.
ആ മകൾ എഞ്ചിനീയറിംഗ് വൈഭവത്തെ കുറിച്ച് കൃത്യമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? അനിൽതമ്പിയാർ പറഞ്ഞ ബെർലിൻ കുഞ്ഞന്നാര് ഉൾക്യാമറകൾ പറയാത്തതെന്ന് സംഭവത്തിനകത്ത് അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ന്യായാനതയ്ക്കല്ല പോകുന്നത്. ഇപ്പൊ വരുന്ന വിഷയം എന്താണ്? പ്രളയം പോലെ പെരുകുന്ന പണം. ഈ പണം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? ആരെയും തമ്മിൽ എടുപ്പിക്കണം. മൂന്നാം തവണയും അധികാരത്തിൽ വരണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം. ഈ തിരിച്ചുപിടിക്കാനുള്ള മാർഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ കടും വെട്ടിതാണിത്. ഈ കടും വെട്ടുമ്പോഴാണ് ഈ വെട്ടിന് സമ്മതിക്കില്ല എന്ന് ആര് CPI പറയുന്നത്. CPI പറയുന്നു. ആ CPI ആണ് എന്ത് ചെയ്തു? കൊല്ലച്ചതിയല്ലേ CPIയോട് ചെയ്ത് അല്ലേ? കണക്കുകൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവല്ലോ. തൃശ്ശൂർ പാർലമെന്റിനകത്ത് BJPക്ക് എത്ര ലക്ഷം വോട്ടാണ് വർദ്ധിച്ചത്? 2 ലക്ഷത്തിൽ പരം വോട്ടാണ് വർദ്ധിച്ചത്. 2 ലക്ഷത്തിൽ പരം വോട്ട് ഇവർക്ക് വർദ്ധിച്ചു. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലേക്കുന്ന കണക്കെടുത്ത് നോക്കിയാൽ 2.2 ലക്ഷത്തി ഏതാണ്ട് 15,000 മേലെ വരാവുന്ന വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമാവുകയും ചെയ്തു. വൈ ഇറ്റ് ഹാപ്പൻ സോ? എന്തുകൊണ്ട് സംഭവിച്ചു? ഈ വോട്ട് എവിടെ പോയി? ഈ വോട്ടാണ് ഞാൻ തുടക്കത്തിൽ സംസാരിക്കുന്ന സാധനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടത്തേക്ക് പോകാൻ BJPയിലേക്ക് മറിയുകയാണ്. ഈ മറിയുന്ന വോട്ട് തിരിച്ചു പിടിക്കണം. ഈ മറിയുന്ന വോട്ട് തിരിച്ചു പിടിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് മുസ്ലിം വിരുദ്ധ സംഭവത്തിന്റെ രാഷ്ട്രീയ മേള അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കളരി എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്? തെരുവിലിട്ട് ജനം കൈകാര്യം ചെയ്യണം ഇയാളെ. അത് എന്തിനാണെന്നറിയോ? ഇത്രയും നീചമായ പാതകം ഉണ്ടാക്കി കേരളത്തെ കമ്മ്യൂണലൈസ് ചെയ്ത് ആളുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഇത് പരിഹസിക്കാൻ വാർത്താ സമ്മേളനം നടത്തി പറയണോ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇത് ചോദിച്ചാലുള്ള മറുപടി എന്താണ്? കുടുംബം ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ തന്നെ പറയാതെ എന്താണ് പറയേണ്ടത്? ജനം ഇത്ര ഹീനമായ ഒരു രാഷ്ട്രീയ പ്രചരണത്തെ ഒരാളെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ആർക്കും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇത് കാണിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഇയാൾ വീണ്ടും വിമർശിക്കപ്പെടുന്നത് ശരിക്കും. അതുകൊണ്ട് അതിനെ ഒരു ഇടതുപക്ഷത്തിലെ ആളുകൾ സാമാന്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഭവം എന്താ പറഞ്ഞാൽ CPI അപ്പുറത്ത് ഈ സാധനം പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പതുക്കെയാണ് പറയുന്നത്. ഇടയ്ക്കാൻ കയറിയതില്ല. ഒരു മിനിറ്റ് കൂടി ഞാൻ പറയാം. ഈ CPI ഉയർത്തുന്ന വിഷയത്തിന്റെ നിലവിലുള്ള ഈ എന്താ പറയാ ഒരു പതിഞ്ഞ അവസ്ഥ ചെയ്യുന്നത് CPI ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് അത് മാറുന്നില്ല എങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശ്മശാന ഭൂമി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ മിസ്റ്റർ വിജയൻ കേരളത്തിൽ നിർമ്മിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പൊ ഈ ഇടപെട്ടതിന്റെ പേര് എനിക്ക് പറയാനുള്ള കൺക്ലൂഷൻ പോയിന്റ് അതാണ്. ഇടതുപക്ഷത്തിന്റെ ശ്മശാന ഭൂമി ഇയാൾ നിർമ്മിക്കുമെന്നുള്ളതാണ്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ചലനങ്ങൾ മാരകമായിരിക്കും. ഇത് കൂടെ ഒന്നുകൂടി ഞാൻ പറയാം. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടവും കൂടി ഇതിനകത്ത്. അതും ആർക്കും സ്വീകാര്യമാണ്. അതും വാസ്തവത്തിൽ ഇവർക്ക് സ്വീകാര്യമാണ്. അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അൻവർ പിടിക്കുന്ന വോട്ടായിരുന്നതാണ്. അൻവർ പിടിക്കുന്ന വോട്ട് ഏറ്റവും കൂടുതൽ CPIഎമ്മിനകത്ത് ഈ ഉൾപാർട്ടി ജനാധിപത്യവും അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന് പറയുന്നവരുടെ വോട്ട് മുഴുവൻ അൻവർ വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും ജനാധിപത്യ പക്ഷത്തേക്ക് വരുന്ന വോട്ടുകൾ വിഘടിക്കപ്പെടും. അതുകൊണ്ട് അൻവർ പാർട്ടി ഉണ്ടാക്കണമെന്ന് പറയുന്ന ആരുടെ താല്പര്യവും കൂടിയാണ് ശരിക്ക്. അത് വളരെ കൃത്യമായി ഈ പറയുന്ന പെരുങ്കള്ളനായ ഇയാളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ അടിയാധാരമായി പ്രവർത്തിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇടയിൽ കയറി വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു ആർഗ്യുമെന്റ് മിസ്റ്റർ നമ്പ്യാർ. ശ്രീകുമാർ, മലപ്പുറം മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറകോട്ട് പോയെങ്കിലും, അതായത് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആ ഒരു പരാമർശം അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഉൾവലിഞ്ഞു നിൽക്കുകയാണെങ്കിലും ഉരുണ്ട് കളിക്കുകയാണെങ്കിലും മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ശ്രീ ഷാജി ഊന്നൽ നൽകുന്നതും അതാണ്. ഇവിടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം അദ്ദേഹം അവലംബിച്ചു എന്ന് പറയുന്ന അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ഈ PR ഏജൻസി ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരു ഏജൻസി പ്രവർത്തിച്ചു എന്ന കാര്യത്തിലും സംശയമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, അതായത് ഈ PR ഏജൻസിയെ ഇറക്കി വിട്ടത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. അവിടെയാണ് ശ്രീ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അകത്തുള്ളവർ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന, ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ശിവശങ്കർ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു ടോയ്ലറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പോലും ഒപ്പിട്ട് കൊടുക്കും, അദ്ദേഹം നോക്കാറില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി അധിക കാലമില്ല. അധികാര കസേരയ്ക്ക് വേണ്ടി മരുമകൻ നടത്തുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്
ഏജൻസി PR ഏജൻസി വന്നത് എന്ന് അനുമാനിക്കാമോ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം ഇപ്പം കേൾക്കാം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ് കേൾക്കാം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വരുമ്പോൾ ആ പ്രതിച്ഛായ ഇരട്ടിപ്പിക്കാനുള്ള ഒരു അത്യാർത്തിയുടെ പരിണിത ഫലമാണ് ഈ PR ഏജൻസിയെ കൊണ്ട് അഭിമുഖം കൊടുക്കാൻ ഹിന്ദു പത്രത്തെ സമീപിച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പാർട്ടി സെക്രട്ടറി വൈകുന്നേരം സന്ധ്യയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ, അത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം നടന്ന ശേഷം ആ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് അത് അഭിമുഖം തരപ്പെടുത്തി കൊടുത്ത ആരോ ശ്രമിച്ചു എന്നാണ് ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന വിവരം. സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ നയം ഒരു PR ഏജൻസിക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ ഇവർ പറയാറുള്ളത് പാർട്ടി, കോൺഗ്രസ്, സംസ്ഥാന സമ്മേളനം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് CPM-ൻ്റെ നയങ്ങൾ, പരിപാടികളൊക്കെ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന നയം ഒരു PR ഏജൻസിക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നുവെങ്കിൽ, നേരത്തെ ശ്രീ പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഒരു വ്യത്യസ്ത പാർട്ടിയാണെന്നുള്ളത്. ഇവിടെ സാധാരണഗതിയിലാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ആ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒരു പത്രത്തിൽ അച്ചടിച്ചു വരികയാണെങ്കിൽ ആ പാർട്ടി ആ മുഖ്യമന്ത്രിയോട് വിശദീകരണം ചോദിക്കാറുണ്ട്. ഇവിടെ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിയോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ധരിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി വന്നത് ഒരു തെറ്റായ പ്രവണതയാണെന്നും അത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നുമുള്ള ഒരു കൺക്ലൂഷനിലെത്തുന്ന വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, PR ഏജൻസി ഇല്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. PR ഏജൻസി ഇല്ല എന്ന് പച്ചയായിട്ട് ഇവർ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് CPM അവർ നുണ ഒരു നയമാക്കിയിരിക്കുകയാണ്. കാരണം നുണ പറയാം, അതൊരു പാർട്ടി നയമാണ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് CPM നേതാവ് മാധ്യമപ്രവർത്തകരെ കണ്ടാലും ആദ്യം മാധ്യമങ്ങൾക്ക് നേരെ അവർ കുരച്ചു ചാടുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ ഗൂഢാലോചനയെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അഭിമുഖം നടത്തിയിട്ട് ആ ഹിന്ദു ദിനപത്രം ഒരു PR ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ CPM നേതാക്കൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയാണ് എന്ന് പകൽ ഒരു CPM നേതാവ് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന രീതിയിലാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു സമീപനം കുറേ കാലമായിട്ട് CPM തുടരുകയാണ്. ഇത് അവരുടെ നയമാണ്. കാരണം ജനങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം നാളെ ജനങ്ങൾ മറക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷവും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കേരളം കാതോർത്തിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഒരു പത്രസമ്മേളനം നടത്തുന്നത് ഒരു വലിയ ന്യൂസായി മാറിയിരിക്കുക കേരളത്തിൽ. മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ആ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പത്രങ്ങളെ അറിയിക്കേണ്ടത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ 7 വർഷം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗ ശേഷമുള്ള വാർത്താ സമ്മേളനം ജനങ്ങളെ കാണിക്കാനായിട്ട് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അത് മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ തീരുമാനമല്ല, അത് പാർട്ടിയുടെ നയമല്ല, അത് മുഖ്യമന്ത്രിയുടെ നയമാണ്. അപ്പം അങ്ങനെ മുഖ്യമന്ത്രി എടുത്ത ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ ചെല്ലുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, CPM നേതാവായ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ എന്നെ സമീപിച്ചു, ഞാൻ ഒരു അഭിമുഖം കൊടുത്തു എന്ന്. അവിടെ എൻ്റെ അറിവിലെ PRD, അത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഫർമേഷൻ വകുപ്പിന് കേരള ഹൗസിൽ തന്നെ 5-6 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം ആ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ എന്തിനാണ് ഈ ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്? അവിടെ അവർ വഴിയല്ലേ അഭിമുഖം തരപ്പെടുത്തേണ്ടിയിരുന്നത്?
ഇനി അതൊക്കെ പോട്ടെ, സാധാരണ രീതിയിലെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഒരു അഭിമുഖം തരപ്പെടുത്താം, ശരി. അങ്ങനെയാണെങ്കിൽ ആ അഭിമുഖം തരപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതും ഒളിച്ചു വെക്കുക. എന്നിട്ട് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കത്ത് ഹിന്ദുവിന് അയക്കുക, അതായത് ഹിന്ദു പത്രത്തിന് അയക്കുക. അതായത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിന് ഹിന്ദു ആ വടി മേടിച്ച് തിരിച്ചൊരൊറ്റ അടി കൊടുത്തു. എന്താണത്? ഞങ്ങൾക്ക് അഭിമുഖം തരപ്പെടുത്തിയ PR ഏജൻസി കൂട്ടിച്ചേർക്കാൻ തന്ന വരികളാണ് ഞങ്ങൾ കൂട്ടിച്ചേർത്തതെന്ന്. അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർത്ത വരികൾ എന്ന് ഹിന്ദു പറഞ്ഞത് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്നലെ ഇല്ല. ആ വരികൾ മാത്രം അവർ വെട്ടിക്കളഞ്ഞു. ഇവരാണ് ഈ പാർട്ടിയുടെ ഈ സ്വന്തം പത്രത്തിലെ ഹിന്ദു ദിനപത്രം കൊടുത്ത വിശദീകരണത്തിലെ സുപ്രധാനമായ വരികൾ വെട്ടിക്കളഞ്ഞ് പ്രസിദ്ധീകരിച്ച CPM-ന്റെ മുഖപത്രത്തിന്റെ ഉടമയായ പിണറായി വിജയനാണ് കഴിഞ്ഞയാഴ്ച 2 മണിക്കൂർ പത്രസമ്മേളനത്തിൽ 1 മണിക്കൂർ കേരളത്തിലെ പത്രങ്ങളെ പഠിപ്പിച്ചത്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അവർ പറയാണ് ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞു. അത് പത്രധർമ്മമാണ്. ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞു, ശരിയാണ്. അവർ പത്രധർമ്മം ഉയർത്തിപ്പിടിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷെ അവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതാണ് ഞങ്ങൾ ചേർത്തതെന്ന്. അതിനെക്കുറിച്ച് ഒരു മിണ്ടുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയാതെ ജനങ്ങളെ പറ്റിച്ചിട്ട്, അതായത് പകല് നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ രാത്രിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയാൻ ഒരു മടി കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിങ്ങാന്നോ മുഹമ്മദ് റിയാസ് വാർത്താലേഖകരെ കണ്ടു. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ചോദ്യം ചോദിക്കുന്ന പത്രലേഖകരോട് പറയാണ്, ആ ക്യാമറ ആ ലേഖകന്റെ മുഖത്തേക്ക് തിരിച്ചു വെക്കൂ, അയാൾ ചോദ്യം ചോദിക്കുന്ന അയാളുടെ പത്രത്തിന്റെ ഉടമ കാണട്ടെ. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഉത്തരമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരമില്ലെന്ന് അങ്ങ് പറയണം. അതാണ് മാന്യത. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുമുണ്ട്. അവരൊന്നും പറയാത്ത കാര്യങ്ങളാണ് ഇവരീ പറയുന്നത്. ഏത് CPM നേതാവും വാ തുറന്ന് ആദ്യം പറയുന്നത് പത്രപ്രവർത്തകർക്കെതിരെയാണ്, മാധ്യമങ്ങൾക്കെതിരെയാണ്. അവരെന്താ പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ ആരെന്തു പറഞ്ഞാലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇത് എന്തൊരു വങ്കത്തരമാണ് ഇവർ പറയുന്നത്. നമ്മൾക്ക് എത്ര കാലമായിട്ട് ഈ പത്രപ്രവർത്തനം നടത്തുന്നവരാണ്. ആര് പത്രസമ്മേളനം നടത്തിയാലും അത് കൊടുക്കേണ്ട ബാധ്യത പത്രപ്രവർത്തകർക്കുണ്ട്. കാരണം പത്രപ്രവർത്തകരെ സാക്ഷികളാണ് എല്ലാ സംഭവങ്ങളുടെയും. അത് ആ സാക്ഷികളായ പത്രപ്രവർത്തകർ കൊടുക്കുന്ന വാർത്ത അത് എഡിറ്റ് ചെയ്തേ കൊടുക്കാവൂ എന്നാണ് CPM പറയുന്നത്. അതാ പറഞ്ഞത്. അവരുടെ പാർട്ടി കോൺഗ്രസ്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത് ചേരുന്ന അവരുടെ പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തേക്കും. ഇപ്പൊ കേരളത്തിൽ തീരുമാനമുണ്ട്, മാധ്യമ വിരുദ്ധ നയം പാർട്ടിയുടെ നയമായി മാറ്റിയിരിക്കുകയാണ് അവര്. ഏത് പാർട്ടി നേതാവ് പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കണം, കേരളത്തിലെ മാധ്യമങ്ങളെ ആക്ഷേപിക്കണം. അപ്പോൾ ലഭിക്കുന്ന കയ്യടിയാണ് ആ പാർട്ടിക്കുള്ള അംഗീകാരം. ഇവിടെയാണ് ശ്രീ അൻവർ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. അൻവർ കഴിഞ്ഞ ദിവസം കുറേ പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പൊ അൻവർ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതോടൊപ്പം തന്നെ ശ്രീ നമ്പ്യാർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുമാണ്. ആ പറഞ്ഞ ആളുകളാണ് പിന്നീട് അൻവറിനെ തിരുത്തി പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇപ്പോഴും ഇവർക്ക് അൻവറെ പേടിയാണ്. ഇവരിപ്പോഴും പറയുന്നത് അൻവറോട് ഇവരൊരു തീവ്രമായ നിലപാട് ഇപ്പോഴും എടുക്കുന്നില്ല. അൻവറെ കുറിച്ച് കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ പറഞ്ഞത് പാർട്ടിയല്ല അൻവറുമായിട്ട് ഇടഞ്ഞത്, അൻവർ പാർട്ടിയുമായിട്ട് ഇടഞ്ഞു എന്നാ പറയുന്നത്. നോക്കൂ, എത്ര ദയനീയമാണ് പാർട്ടിയുടെ അവസ്ഥ. ഇന്ന് തന്നെ ഗോവിന്ദമാഷ അൻവറെ കുറിച്ച് പറഞ്ഞ അൻവറിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോവിന്ദമാഷിന്റെ ആ ഒരു സമീപനം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ മുഖ്യമന്ത്രി ചിരിച്ചത് ശ്രീ പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തെ പരിഹസിച്ചെങ്കിലും ചിരിക്കാതെ നിവർത്തിയില്ല. കാരണം നമ്മുടെ അൻവറിനെ ഉത്തരം പറയാനുള്ള അൻവർ എന്താണോ പറയുന്നതിന് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ നമ്മുടെ CPM-ന്റെ കയ്യിലോ മുഖ്യമന്ത്രിയുടെ കയ്യിലോ ആയുധമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ PR ഏജൻസിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ടൊരു മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കണ്ട, പോട്ടെ, ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഇല്ലെന്ന് വെക്കാം. പക്ഷെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദാക്കപ്പെടുകയാണെന്നാണ് പത്രവാർത്തകള്. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളില് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എത്തുന്നില്ല.
അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ട ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ പോകുന്നില്ല. നോക്കൂ, കേരളത്തിലെ CPM-ന് പറ്റുന്ന ഒരു അപജയം നോക്കൂ നിങ്ങൾ. ഒരു ബ്രാഞ്ച് സമ്മേളനം നടത്താൻ പറ്റാത്ത അവസ്ഥ. ഇവർ പണ്ട് എന്താ പറയാന്നറിയോ? കൃത്യമായിട്ട് സമ്മേളനങ്ങൾ നടത്തി ബ്രാഞ്ച്, ഏരിയ, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, സംസ്ഥാനം, പിന്നെ പാർട്ടി കോൺഗ്രസ്, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നവരെ ഇന്ന് അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. എന്താണ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരാൻ കാരണം? പാർട്ടി പ്രവർത്തകർ മനസ്സിലായിരിക്കുന്നു ഈ നേതാക്കൾ നുണ പറഞ്ഞ് ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നുണ പറയുന്നത് ഒരു ആയുധമാക്കുക, ഇങ്ങനെ നുണ പറയുന്നത് ഒരു നയമാക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും എന്ന് കരുതി ജനങ്ങൾ വിശ്വസിച്ചില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പാർട്ടി പ്രവർത്തകരെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ശ്രീ അൻവറിന്റെ കാര്യം ശ്രീ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചല്ലോ. അൻവർ പാർട്ടി രൂപീകരിക്കുകയോ അൻവർ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം ഇരിക്കുകയോ അൻവർ നിഷ്പക്ഷനായിരിക്കുകയോ എന്നുള്ളതല്ല വിഷയം. കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് അൻവറാ പറയുന്നത്. ഈ അൻവർ പറയുന്നതിൽ പ്രത്യേകതയുണ്ട്. എന്താണ്? നിയമസഭയിൽ VD സതീശനെതിരെ 150 കോടി രൂപയുടെ ആരോപണം അൻവറിനെ കൊണ്ടാണ് ഈ പാർട്ടി ഉന്നയിപ്പിച്ചത്. അത് മനസ്സിലാക്കണം. ആ അൻവറാണ് ഇന്ന് അതെല്ലാം മറന്നുകൊണ്ട് പാർട്ടിയുടെ ഈ ദുഷ്ചെയ്തികളെ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷം പറഞ്ഞ് ശരിയായി വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിലെ CPM പ്രവർത്തകർ വിശ്വസിക്കുന്നത് പാർട്ടി പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണവും തെറ്റാണ്. ഇപ്പോൾ വിശദീകരണവും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് നടത്തിയ വിശദീകരണവും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പാർട്ടി പ്രവർത്തകർ കരുതുന്നു. അതുകൊണ്ടാണ് CPM നേതാക്കൾ ഇന്ന് വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ എത്തിയിരിക്കുന്നതും അവർ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നതും. ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്ന മന്ത്രിമാരും ന്യായീകരിക്കാൻ വരുന്ന പാർട്ടി നേതാക്കളും ഒറ്റ കാര്യത്തിൽ മാത്രമേ പറയുന്നുള്ളൂ, ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. PR ഏജൻസി അഭിമുഖം നടത്തിയ വിഷയത്തിലെ പ്രതിസന്ധിയും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നവർ പറയുമ്പോൾ നമ്മൾ ഈ പാർട്ടിയുടെ നേതാക്കൾ, പാർട്ടിയുടെ പ്രവർത്തകരെ ഇന്ന് തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഗൗരവപരമായ ഒരു വസ്തുത കൂടി ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റുമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഇടത് നിരീക്ഷകൻ ഇതുവരെയായും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പ്രതിനിധികൾ ഇല്ലാതാകുന്ന ആ അവസ്ഥ കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. ശിവശങ്കർ, മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത്, ഹവാല പണം എന്നിവ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആണെന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖ പരാമർശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ. ആരാണ് ഇതിന് പിന്നിൽ? എന്ത് നടപടിയെടുത്തു? 2 ദിവസത്തിനകം സർക്കാർ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുവിനെ പഴി പറഞ്ഞും മാധ്യമങ്ങളെ പഴി പറഞ്ഞുമൊക്കെ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഗവർണർക്ക് എന്ത് വിശദീകരണം കൊടുക്കും? ഞാൻ വിശ്വസിക്കുന്നില്ല ഗവർണർക്ക് 2 ദിവസം മറുപടി കൊടുക്കുമെന്ന്. അല്ലെങ്കിൽ കൊടുത്താൽ തന്നെയും അതിനെ കുറേ കേസുകളുടെ എണ്ണവും ബാക്കി കാര്യങ്ങൾ പറയും. എന്നിട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമാണ് സംസ്ഥാനത്തേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് ഈ 2 കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം വഴിയാണെന്നും അതുകൊണ്ട് അത് കസ്റ്റംസിൻ്റെ തലയിലാണെന്നും അതുകൊണ്ട് ഗവർണർ രാജിവെക്കണമെന്നായിരിക്കും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ശ്രീ ഗോവിന്ദ മാഷും നാളെ പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നത്. അതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നില്ല എന്ന് വളരെ ശരിയാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്കറിയാം ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നില്ല. പക്ഷേ പാണ്ഡ്യാല ഷാജി പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്, ബ്രാഞ്ച് ഇല്ലെങ്കിലും പോളിറ്റ് ബ്യൂറോ ഉണ്ടാവും, അങ്ങോട്ടുള്ള ഇടിയും ഉണ്ടാവും. കാരണം കുറച്ച് നാളും കൂടി ഈ സാധനം എങ്ങനെയെങ്കിലും കൊണ്ടേ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിൽ കാര്യമായിട്ടുണ്ട്. അനിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം രാഷ്ട്രീയങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തിയറി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളും കേട്ടിട്ടുണ്ടാവും, കേരളത്തിലെ UDF LDF ഒരു സിസ്റ്റത്തിൽ കാര്യമായ വ്യതിയാനം വരുന്നു. ഇപ്പോൾ ശ്രീകുമാർ സാർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും CPIക്ക് കാര്യമായ മനം മാറ്റം ഉണ്ടായിരിക്കുന്നു. അവർക്ക് ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഈ CPMൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സെൻറ്ററിലേക്ക് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും UDFലേക്ക് മാറാൻ
CPM നിന്ന് മാറാനായിട്ട് CPI ശ്രമിക്കുന്നു എന്ന് കാര്യമായി സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കേരളത്തിലെയും പത്രപ്രവർത്തകരടക്കം CPI ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പഴയ തിയറിയായ മുസ്ലിം ലീഗ് തിരിച്ച് അറിയാലോ അല്ലേ? നോക്കൂ, പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ AKG സെൻറ്ററിൽ പോയി കാണുന്നു. മന്ത്രി K. രാജൻ അതായത് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെ വിമർശിക്കുന്നു. ഇങ്ങനെ പറയാന്നല്ലാതെ, ഇങ്ങനെ കരിയാന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവരെന്നേ ഈ മുന്നണി വിട്ട് പുറത്തു പോകേണ്ടതാണ്. അതുകൊണ്ട് CPI അവരുടെ പരിദേവനം തുടരും, കരഞ്ഞ് മുന്നോട്ട് പോകുന്നല്ലാതെ വേറെ മാർഗമില്ലല്ലോ. വിട്ടിട്ട് പോയാൽ ഞാൻ മനസ്സിലാക്കുന്നത് CPIയുടെ 39 പേർ പോയാലും മറ്റൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് പിന്താങ്ങിയാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ടും മറ്റ് 4 പേരെയും കൂടി സംഘടിപ്പിക്കാനുള്ള സമയവും അതിന് വേണ്ടുന്ന സമയവും പണവും കൂടി കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു തിയറിയും പുറത്തുണ്ട്. ഏതായാലും കുറച്ച് നാളെ കാത്തിരിക്കണം. അൻവറും അതിൻ്റെ ഭാഗമായേക്കാം. അങ്ങനെയാണെങ്കിൽ CPIക്ക് അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണവും കൂടി ഒരു 1.5 വർഷത്തേക്ക് നടന്നേക്കും എന്നുള്ള ധാരണയുണ്ട്. പുറത്തുനിന്ന് UDF പിന്താങ്ങും എന്നുള്ള ഒരു തിയറി അത് ഒരു ഉണ്ട്. ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള ചർച്ചയും നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ അത് അവിടെ വിട്ട്, ചിലപ്പോൾ ചർച്ചയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു സന്ദേശമായിരിക്കാം അത്. ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഹിന്ദു പത്രം ഇത്തരത്തിൽ തൻ്റെ മുഖ്യമന്ത്രിയെ, തങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ ഇത്ര നിശിതമായി തെറ്റായ രീതിയിൽ കോട്ട് ചെയ്തിട്ടും CPM എന്തുകൊണ്ട് അങ്ങോട്ടൊരു പ്രകടനം നടത്തുന്നില്ല? സാധാരണഗതിയിൽ മറ്റ് പത്രങ്ങളായാൽ ഇന്ന് ആ പത്രങ്ങൾക്കെതിരെ എത്ര രൂക്ഷമായ വിമർശനവും അങ്ങോട്ടുള്ള പ്രകടനവും ഗ്രാമങ്ങളിൽ അത്തരം പത്രം കത്തിക്കലൊക്കെ നടക്കില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഹിന്ദു പത്രത്തെ ചെയ്യാത്തത്? അതുകൊണ്ട് ഇദ്ദേഹം അത് ചെയ്തത് തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞെങ്കിലുമാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മറ്റുള്ള എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ LDFിൻ്റെ ഓട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓട്ടോ BJPയിലേക്ക് മറിയുന്നു എന്ന് പറയുമ്പോൾ ഇത് തിരിച്ച് BJP എന്ന് പറഞ്ഞാൽ BJP നേതാക്കൾ വോട്ട് മറിച്ച് വിൽക്കുന്നു എന്ന് പറയുന്ന നിരീക്ഷകർ കൂടിയുള്ള നാടാണ്. അതുകൊണ്ട് BJPക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തോ വലിയ തെറ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കലിലൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ള കഥകളൊക്കെ പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം തൃശ്ശൂർ പൂരം എന്നുള്ള അട്ടിമറി എന്നുള്ള കഥ അത് തന്നെ ഈ CPIയും ഇവരും സൃഷ്ടിച്ചെടുത്തതാണ്. ഈ സംസ്ഥാനത്ത് ഇത്രയേറെ ചർച്ചയുണ്ടാക്കാനുള്ള കാര്യം നമുക്കറിയാം. തൃശ്ശൂർ പൂരം നടക്കുന്നത് 20-ാം തീയതി, ഏപ്രിൽ 20-ാം തീയതി. 26-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 5-ാം തീയതി വരെ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ ഇത്തരം ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെന്നോ കൊണ്ടുവന്നിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് മുരളീധരൻ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയും പ്രവർത്തിക്കുകയും ജൂൺ 5-ാം തീയതി വരെ അത് തങ്ങളുടെ എക്സിറ്റ് പോളിൽ അടിച്ച് വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് BJP 3-ാം കക്ഷിയായി മാത്രമേ തൃശ്ശൂരിൽ നിൽക്കുകയുള്ളൂ എന്നുവരെ പറഞ്ഞ പത്രമാധ്യമങ്ങളുമല്ലേ? അന്ന് ആരെങ്കിലും പറഞ്ഞു തൃശ്ശൂർ പൂരം BJP അട്ടിമറിക്കേണ്ട ഭാഗമായിട്ട് സുരേഷ് ഗോപി ജയിക്കും എന്ന് ഏതെങ്കിലും എക്സിറ്റ് പോളിലോ ഇന്നത്തെ പ്രതിപക്ഷ നേതാവോ അന്ന് പറഞ്ഞിരുന്നോ? വേണ്ട. അന്നത്തെ ഇൻ്റലിജൻസ് മേധാവി ഉണ്ടല്ലോ ഇപ്പോൾ ഈ അജിത്തിനെതിരെ അന്വേഷിക്കുന്നത്, ഈ ഇൻ്റലിജൻസ് മേധാവിക്ക് ഇത്തരം അന്വേഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ലേ? അന്വേഷണം നടന്നിരുന്നോ? ഇതൊന്നും മനസ്സിലാക്കാനില്ല. പക്ഷേ ഇതെല്ലാം പറയേണ്ട CPMൻ്റെ നേതാവ് ഗോവിന്ദൻ മാഷ് ഇന്ന് നടത്തിയ പത്രസമ്മേളനമാണ് അതിലും വിചിത്രം. ഞാൻ ശ്രീകുമാർ സാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറയുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് ഗോവിന്ദൻ മാഷ് UN സെക്രട്ടറി ആയി എന്നാണ്. അദ്ദേഹം ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയും അത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഒരു സൈനിക ശക്തിയുടെ ഭാഗമായി ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തിയായി അപലപിക്കുന്നു. അതിനുശേഷം റഷ്യക്കെതിരെ ഉക്രൈനെ US സഹായിക്കുകയും റഷ്യയെ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം. ഇത്തരത്തിൽ UN-നെയും കടത്തിവെട്ടുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞു തീർത്തത്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇപ്പോൾ UN-ന്റെ സെക്രട്ടറി ആയോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ നട്ടാൽ മുളയ്ക്കാത്ത കുറേ നുണയും കൂടെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തിൽ ഏത് കാലഘട്ടത്തിലും ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ബഹുസ്വരതയെയും വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഞങ്ങളുടെ സംഭാവനയാണ്, ലോകത്തിൽ തന്നെ ജനാധിപത്യത്തെ പിന്തുണച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിറ്റ്ലർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു, ബ്രിട്ടനെതിരെ ശക്തമായ നിലപാടെടുത്തു. ആദ്യം റഷ്യയും സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിലാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ഇതാർക്കും അറിഞ്ഞിടാത്തത്? 1939 ഓഗസ്റ്റ് 23-ാം തീയതി, ഇത് കേൾക്കുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഹിറ്റ്ലറും റഷ്യയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. എന്നിട്ടാണ് അവരെ മറ്റുള്ളവരെ ആക്രമിച്ചത്, ഈ പോളണ്ടിനെയും ഒക്കെ ആക്രമിക്കാൻ പോയത്.
ഒരു രാജ്യത്തെ കിഴക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറ് ഭാഗത്തുനിന്നും ജർമ്മനി ആക്രമിച്ചപ്പോൾ പുറകിൽ നിന്ന് ആക്രമിച്ച ചരിത്രമുള്ളവരാണ് റഷ്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സ്റ്റാലിൻ്റെ പാർട്ടി, എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടുക്കുകയും നുണയും പറയുന്ന ഒരു നേതാവായി ഗോവിന്ദ മാഷ് മാറി എന്നുള്ളതിൽ വളരെ ഒരു വിഷമമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ പിന്തുണയ്ക്കുന്നതിൽ അതിനേക്കാൾ സങ്കടമുണ്ട്. എന്നിട്ട് പറയുകയാണ് വർഗീയതയെ ഞങ്ങൾ ചെറുക്കും, ന്യൂനപക്ഷ വർഗീയതയും ഹിന്ദു വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും. ആരെ കൂടെ വെച്ചുകൊണ്ടാണ്? INL കൂടെ വെച്ചുകൊണ്ട്. ഇന്ത്യൻ നാഷണൽ ലീഗിന് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു വന്ന് സംസ്ഥാനത്ത് വലിയ വർഗീയ കലാപം സൃഷ്ടിക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുന്ന INL കൂട്ടുപിടിച്ചുകൊണ്ട് പറയാണ് ഞങ്ങൾ മതനിരപേക്ഷ ശക്തിയാണ്, ഞങ്ങൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ ഹിന്ദു വർഗീയതയെ തകർക്കുവാനായിട്ട് ഒരുമിച്ച് പോരാടുന്നു, മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതവർഗീയവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ജനങ്ങൾ ചോദിക്കില്ലേ? അങ്ങനെയാണ്. ഇതാണ് CPMൻ്റെ ഒരു നയം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ല. PR ഏജൻസി ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ പ്രസ് റിലീസിൻ്റെ ഭാഗമായും ബഡ്ജറ്റിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി കൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള PR ഏജൻസിയെ വെക്കുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1.5 കോടി രൂപ ചെലവാക്കിയായി ബഡ്ജറ്റ് രേഖകളിലുണ്ട്. അപ്പം ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ തവണകളായി PR ഏജൻസിയെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും മറ്റുള്ള ചില തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും മന്ത്രിമാർക്കും വേണ്ടിയിട്ട് PR ഏജൻസിയെ വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 1.5 കോടി രൂപ കൺസെപ്റ്റ് ഏജൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ബോംബെ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പം ഇവർക്കും നൽകുന്നുണ്ട്. ഇത് ആർക്കറിഞ്ഞൂടാത്തത്? ഇത്തരത്തിൽ നുണ പറയുവാൻ വേണ്ടി മാത്രം ജനങ്ങൾക്ക് മനസ്സിലായ പോയിട്ട് പോലും ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ശ്രീ ഗോവിന്ദൻ മാഷോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ തൃശ്ശൂർ പൂരം ആദ്യം കലക്കിയതിന് കുട പിടിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിച്ചത് സുനിൽകുമാറാണ് എന്നെ തൃശ്ശൂർ പൂരമാണ് ജയിപ്പിച്ചതെന്ന് ശ്രീ സുനിൽകുമാർ 2016 പറഞ്ഞിട്ടില്ലേ? അന്നും ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷം വീര സവർക്കറിൻ്റെ കൊടി ഉയർത്തിയപ്പോൾ ആരാണ് അതിനെ തകർക്കാൻ ശ്രമിച്ചത്? അതിനുശേഷം ഒരാനപ്പുറത്ത് മാത്രമേ എഴുന്നള്ളിപ്പുണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് അതിനുശേഷം അവിടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്ന് ആരാണ് തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിച്ചത്? അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ എത്രയോ തവണയായി തൃശ്ശൂർ പൂരത്തിൻ്റെ നേരെ ഇത്തരത്തിലുള്ള CPMൻ്റെയും ഇടതുപക്ഷ നേതാക്കളുടെയും കാര്യമായ രീതിയിലുള്ള ആക്രമണമുണ്ടായിരുന്നു. ഇത്തവണ തന്നെ കണിമംഗലത്ത് ശാസ്താവ് വന്നപ്പോൾ 10 മണിക്ക് രാവിലെ അത് തടയാൻ ശ്രമിച്ചില്ലേ പോലീസ്? അപ്പോൾ ഓടി വന്നില്ലേ സുനിൽകുമാർ? ഞാനിതാ തൃശ്ശൂർ പൂരത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ടില്ല? അന്നും ഇതേ പോലീസുകാർ തന്നെയായിരുന്നല്ലോ. ആ സമയത്തും 10 മണിക്ക് ശേഷം രാത്രി ഇതേ പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാറിനോടും ശ്രീ മുരളീധരനോടും K മുരളീധരനോടും അങ്ങോട്ട് വരണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞു? കിടന്നുറങ്ങിപ്പോയി എണീപ്പിച്ചാൽ ശ്രമിച്ചിട്ടും എഴുന്നേക്കാൻ പറ്റാത്ത കുംഭകർണ നിദ്രയിലായ പോയ 2 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ എന്ത് ചെയ്യണം? സുരേഷ് ഗോപി അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ചു രമ്യതയിൽ തീർത്തു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് അത് തൃശ്ശൂർ പൂരം കലക്കലാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണെങ്കിൽ കലക്കിയെങ്കിൽ ആ വോട്ടുകൾ സത്യത്തിൽ CPMനെതിരെയുള്ള ഭരണകക്ഷത്തിനെതിരെയുള്ള വോട്ടുകൾ കിട്ടേണ്ടത് കോൺഗ്രസിനല്ലേ? കോൺഗ്രസ് നിങ്ങൾ പറയുന്നത് പോലെ കൂടുതൽ ശക്തരായ സ്ഥാനാർത്ഥികൾ. പക്ഷേ എന്നിട്ടും BJPക്ക് കിട്ടുന്നെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആരാണ് പൂരം കലക്കിയതെന്നും ആരാണ് അതിന് പിന്തുണ കൊടുത്തതെന്നും ആരാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ദേശസ്നേഹത്തിൻ്റെ കൂടെയും ഉള്ളതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതല്ലാതെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ ഇത്രയും നേരം ഈ ജൂൺ 5 വരെ പോലും ഇത് പറയാണ്ടിരുന്ന ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ അതിന് മൗന അനുവാദം കൊടുക്കുകയും ഇപ്പോൾ അന്വേഷണവുമായി വരുന്ന ഇവിടുത്തെ ഇന്റലിജൻസ് മേധാവിയും ADGP ഇന്റലിജൻസ് മേധാവിയും പൂർണ്ണമായ പരാജയമെന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവിയും അവിടെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ വിടുന്നു. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അപ്പം ഇന്റലിജൻസ് തകർന്നില്ല എങ്ങനെയാണെങ്കിൽ? അപ്പം ഇതൊന്നുമല്ല സംഭവിച്ചത്. അവിടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. BJPയുടെ വിജയത്തെ താറടിച്ച് കാണിക്കുവാനും ഞങ്ങൾക്ക് BJP വിജയിക്കുമ്പോൾ അത് രാഷ്ട്രീയമായ കാരണങ്ങളെല്ലാം മറിച്ച് മതപരമായ വോട്ടുകൾ കൊണ്ട് മാത്രമേ BJPക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ പ്രചരണം നൽകുവാനല്ലേ ഇവർ ശ്രമിക്കുന്നത്. വോട്ട് മറിച്ച് വിൽക്കുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ഞങ്ങൾക്ക് എങ്ങനെ വോട്ട് കൂടിയത്? ആലപ്പുഴയിലെ എത്രയോ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് CPMനേക്കാൾ വോട്ട് കൂടി. അവർ പോയില്ലേ പല സ്ഥലത്തും 3-ാം സ്ഥാനത്തൊക്കെ.
ആറ്റിങ്ങലിൽ വോട്ട് കൂടി. അതെ, ആറ്റിങ്ങൽ ഞങ്ങൾക്ക് വോട്ട് കൂടിയില്ലേ BJPക്ക്? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്രയോ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കൂടി. ഇതൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ എഫക്റ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇതൊന്നുമല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും സംസ്ഥാനത്തെ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ അടക്കം കൊള്ളയടിക്കപ്പെട്ട് ഏറ്റവും രീതിയിൽ ഒരു മ്ലേച്ഛമായ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അതിനെതിരെയുള്ള ജനകീയ ബോധം ഒരു തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടപ്പോൾ അത് BJPക്ക് അനുകൂലമായി അതിനെ താറടിച്ച് കാണിക്കുവാനാണ് ഈ തൃശ്ശൂർ പൂരം എന്നുള്ള ഒരു വിഷയം കൊണ്ടുവരുന്നത്. BJPയുടെ വിജയത്തെ ഇവർക്ക് ഒരു രാഷ്ട്രീയമായി നേരിടുവാൻ ശക്തിയില്ലാത്തത് കൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനെ മാധ്യമങ്ങളും ശ്രമിക്കുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ബാധ്യതയായ പിണറായി വിജയനെതിരെ ഏതെങ്കിലും തരത്തിൽ തകർക്കുവാനായിട്ടുള്ള ശ്രമവും സ്വന്തം കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടായോ എന്നുള്ള സംശയമാണ് ഞാൻ ആദ്യമേ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഏജൻസിക്കും മറ്റൊരു മന്ത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും ഇല്ലാതെ അവിടെ പ്രഭാവർമ്മയും മനോജും ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കുവാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ തിരിച്ച് ക്രോസ് ചെക്ക് ചെയ്യും. PR ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തിരിച്ചുവിടുന്ന ഒരു പത്രമായി ഹിന്ദുവിനെ ഞാൻ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പത്രത്തെ ഇന്നേ നിർത്തേണ്ട, കത്തിച്ചു കളയേണ്ട കാര്യമായി. കാരണം ഇത്രയ്ക്കും ഒരു പത്രധർമ്മം ഇല്ലാത്ത, മാധ്യമ ശ്രദ്ധയില്ലാത്ത ഒരു പത്രത്തെ എങ്ങനെയാണ് ഒരു ദിനപത്രം എന്ന് വിളിക്കുന്നത്? അവരുടെ മറ്റുള്ള ചരിത്രമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവരത്തരത്തിൽ ചെയ്യില്ല എന്നാണ്. ചെയ്തെങ്കിൽ ആ ഉദ്യോഗസ്ഥയെ, ആ പത്രപ്രവർത്തകയും പിരിച്ചുവിടണം. അപ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന പാർട്ടിക്കകത്തും ഭരണകക്ഷിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തുമുണ്ട്. അതിനെ തിരിച്ചുവിടുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടാകാം. ഏതായാലും സംസ്ഥാനത്തെ ഭരണം ഇന്ന് ഒരു തകർച്ചയുടെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇവിടെ മുഴുവൻ കൊള്ളരുതായ്മയ്ക്കും കള്ളക്കടത്തിനും മാഫിയ പ്രവർത്തനത്തിനും, നേരത്തെ ഒരു റിലയൻസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഹെൽത്ത് ഡാറ്റ വരെ വിദേശത്തേക്ക് വിറ്റത് സ്വന്തം മകൾക്ക് വേണ്ടിയാണെന്ന് അറിയാൻ ആർക്കറിയാത്തത്? സ്പ്രിംഗ്ലർ പോലുള്ള കമ്പനിക്ക് രഹസ്യമായിട്ട് ഞങ്ങൾ ഒന്നും നൽകിയില്ല, പണം നൽകിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേൾഡ് ബാങ്ക് കൊറോണ സമയത്ത് UN നൽകിയ 2000 കോടി രൂപയുടെ വലിയ ഒരു കോൺട്രാക്ട് കിട്ടുവാനായിട്ട് ഈ സംസ്ഥാന സർക്കാർ നൽകിയ ആദ്യത്തെ കോൺട്രാക്ട് ഗുണകരമായി എന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെ വലിയ കോൺട്രാക്റ്റുകൾക്ക് വിദേശ കമ്പനികൾക്കും സംസ്ഥാനത്തകത്ത് റിലയൻസിനെ പോലുള്ള കമ്പനികൾക്ക് ഇൻഷുറൻസും നൽകിക്കൊണ്ട് മുഴുവൻ കുത്തകകളുടെ ഭാഗമായി പണം അടിച്ചു മാറ്റുന്ന മണ്ണുമാന്ത്രി യന്ത്രങ്ങളെപ്പോലെ ദിവസവും മണം അടിച്ചു മാറ്റുന്ന ഒരു മെഷീനായി സംസ്ഥാനത്തെ ഭരണകൂടവും മുഖ്യമന്ത്രിയും മാറിയിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ആ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള നോട്ടത്തിലാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള ശ്രമത്തിൽ എങ്ങനെയാണ് മറുകണ്ഠം ചാടി തനിക്ക് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതായിരിക്കും CPIയുടെ ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരും ദിവസങ്ങളാണ് ഇതെല്ലാം കൃത്യമായി പറയേണ്ടത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനുള്ള തുടക്കമായേക്കാം ഈ അഴിമതിക്കും ഇത്തരത്തിലുള്ള PR ഏജൻസികളുള്ള ശ്രമം. അതിനുള്ള പലക മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി മാത്രമാണ് ഈ തൃശ്ശൂർ പൂരവും RSSുമായിട്ടുള്ള കൂട്ടിച്ചേരലും. അപ്പോൾ പറയാം ഇത് RSS ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങളിത് പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകാനുള്ള ശ്രമം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഭാഗമാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇനി ഭരണമാറ്റം കൂടി ഉണ്ടായേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ഡ്യാല ഷാജി, വിവാദങ്ങൾ വരുന്നു പോകുന്നു, പിണറായി ഇളി തുടരുന്നു, ഒരു കുലുക്കവും ഇല്ല. എത്ര കാലം ഇളിച്ചുകൊണ്ടിരിക്കും? അല്ല, അയാൾക്ക് അത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. അയാൾക്ക് വേറെ ചെയ്യാൻ കഴിയില്ല. ഇളി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അതിനകത്തൊരു കൊലച്ചിരി ഉണ്ട് അതിനകത്ത്. അത് വാസ്തവത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിച്ചതിൻ്റെ വളരെ ഗംഭീരമായിരിക്കുന്ന സംഗതിയാണത്. അവരെ രാഷ്ട്രീയമായി ദുർബലമാക്കുന്നതാണ്. ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അനുമാനിക്കുന്നതാണ്. വരുന്ന പാർട്ടി കോൺഗ്രസോടുകൂടി മോസ്റ്റ് പ്രോബബിളി ഇയാൾക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ഒരു കേരള ഘടകം ഒരു പാർട്ടി ഇയാൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുതെന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? അയാൾക്ക് പവറിൽ വന്നില്ല എങ്കിൽ, പവറിൽ അയാൾക്ക് കിട്ടിയില്ല എങ്കിൽ അയാളെ തെരുവിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പ്. അയാളുടെ മകൾ ജയിലിലാണ്, ഉറപ്പ്. അയാൾക്ക് റോഡിലൂടെ നടക്കുക എന്നുള്ളത് അസംഭാവ്യമായ സംഭവമായിട്ട് മാറും. ഈ ഒരു വളരെ മാരകമായി തുറിച്ചു നോക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് കുതറി മാറണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ അയാളുടെ മുമ്പിലുള്ളൂ. അയാൾക്ക് CPIM-നകത്ത് നിന്ന് അയാൾക്ക് പുറത്തു വരണം.
അല്ലെങ്കിൽ അയാൾ പറഞ്ഞിടത്തേക്ക് ഈ പാർട്ടി വരണം. അത് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അത്തരം ഒരവസ്ഥ വരുമ്പോൾ ഇയാൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ശതകോടികളുടെ ആസ്തികൾ ഉപയോഗിച്ച് ആരിൽ നിന്നെല്ലാമോ 2000-ഓ 3000-ഓ വോട്ട് ഒരു മണ്ഡലത്തിൽ വാങ്ങിയാൽ പോലും അയാളുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ തന്നെ അയാൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുണ്ടായിരിക്കുന്ന മുഴുവൻ തരത്തിലുള്ള വ്യവഹാരങ്ങളും നടത്തി അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള വളരെ ഹീനമായ പ്രവൃത്തി അയാൾ നടത്തുന്നില്ല എങ്കിൽ അയാൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അയാളെ ആത്മഹത്യയിലേക്ക് നയിപ്പിക്കുന്നതിന് മാത്രം പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും. അത് രാഷ്ട്രീയമായ ആത്മഹത്യ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, അത്രമാത്രം ഗുരുതരമായിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് അയാൾ പെട്ടുകിടക്കുകയാണ്. ഈ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷ നേടണമെങ്കിൽ ഏക മാർഗം അയാൾക്ക് വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുക എന്നതാണ്. ഈ അധികാരം തിരിച്ചു പിടിക്കാനുള്ള വളരെ ഹീനമായ തന്ത്രത്തിന്റെയും ശ്രമത്തിന്റെയും ഗൂഢാലോചനയുടെയും ഭാഗമായാണ് അയാൾ ഈ PR വർക്ക് അവിടെ നടത്തിച്ചതും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന പുതിയ പ്രതിസന്ധികളും. ആ പ്രതിസന്ധികൾക്ക് ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അൻവറും ഇയാളും തമ്മിൽ പെസകുന്നത് ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്. ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ മേലെയോ അല്ലെങ്കിൽ മറ്റു സംഭവത്തിന്റെ മേലെയോ അല്ല, മറിച്ച് അവർ തമ്മിലുള്ള ഇടപാടുകൾക്കകത്ത് കിടക്കാവുന്ന ഷെയറിന്റെ തർക്കമാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. മറ്റൊന്നുമല്ല. അതിലെന്ത് വരികയാണ് നിർണായകമായ സംഭവം? എന്ത് വരികയാണ്? പാർട്ടി സഖാക്കളുമായി അൻവറിനുണ്ടായിരിക്കുന്ന വലിയ ബന്ധങ്ങൾ, അതിനകത്ത് അരഞ്ഞു പോയിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ വേദനകൾ, വിഹ്വലതകൾ അദ്ദേഹം അദ്ദേഹം അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഷെയർ, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള എല്ലാ മാന്യന്മാരും സംഗതി അനങ്ങാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ മുമ്പിൽ ഒരുപടി മെറ്റീരിയലുകൾ അൻവറിന്റെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് അൻവറിനെ ആക്രമിക്കുക CPIM-ന് അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല. ഈ സാധ്യമാവാത്ത ചിത്രം ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് വരുന്ന ഒരു ദിശ എന്ന് പറയുന്നത് ആ ദിശ ഒരു എന്താ പറയുക, അതായത് തുടക്കത്തിൽ ഞാൻ പറയും, ഒരു സെക്കുലർ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഒരു മറ്റു രീതിയിലേക്ക് ഉണ്ടാക്കുന്ന കൺസോളിഡേഷൻ രീതിയിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയെ വളരെ കൃത്യമായി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നീചബുദ്ധി രൂപം കൊള്ളുന്നുണ്ട്. അത് പലപ്പോഴും എന്തായിരിക്കും, അത് അയാൾക്ക് അനുകൂലമാകുന്ന മറ്റൊരവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. ആ സാധ്യതയെ പൂർത്തീകരിക്കണമെങ്കിൽ അയാളുടെ മുമ്പിലുള്ള ഏക മാർഗം ഇതിനകത്ത് നിന്ന് അയാൾ ഭിന്നിപ്പുണ്ടാക്കുക മാത്രമാണ്. ആ ഭിന്നിപ്പുണ്ടാക്കുന്നതിനായിരുന്നു. കാരണം അയാൾ PB-യിൽ വന്നാൽ തന്നെ അയാൾ ആരായിരിക്കുന്നു? അയാൾ പേർ കേവലം ക്ഷണിതാവ് മാത്രമാണ്. ഉറുപ്പ് കൊള്ളാത്ത ഒരു ക്ഷണിതാവ് മാത്രം, ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം അയാൾക്ക് അചിന്ത്യമാണത്. അയാളുടെ മകളെ അയാൾ എന്ത് ചെയ്യും? അയാളുടെ മകൾ എന്ത് ചെയ്യും? ഈ ഒരു ഉത്ഭയമുണ്ട്. അയാളുടെ ഭാര്യ എന്ത് ചെയ്യും? അവരുണ്ടാക്കിയിരിക്കുന്ന ശതകോടികൾ എന്ത് ചെയ്യും? ഈ ചോദ്യങ്ങൾക്കുള്ളാകുന്ന ഉത്തരങ്ങൾ അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമേ അയാൾക്ക് സമ്മാനിക്കുന്നുള്ളൂ. ഇതിന്റെ വിഭ്രാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് വീണ്ടും അധികാരം നിലനിർത്തുക അയാളുടെ മുമ്പിൽ ഇന്നവിറ്റബിൾ ആണ്. ഈ ഇന്നവിറ്റബിലിറ്റിയിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കുക സാധ്യമല്ല. ഈ സാധ്യമല്ലാത്ത ഒരു ചിത്രം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇത് നടക്കാനിരിക്കുന്ന സംഭവം കേരളത്തിനകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന കമ്മ്യൂണൽ സംഘർഷങ്ങൾക്ക് പോലും ഇടവരുത്താനുള്ള സാധ്യതകളെ ഈ വരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഈ വരുന്ന ഒരു ഗ്യാങ് തീരുമാനിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ അതിനുള്ള വഴിമരുന്നാണെന്ന് തോന്നുന്നു ഇപ്പൊ നടത്തുന്ന ഈ പറയുന്ന എല്ലാവിധ അഭ്യാസങ്ങളും. അല്ലെങ്കിൽ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന്റെ ആ ഡൽഹിയിൽ പോയിട്ട് വേറൊരാൾ കൂടി കൊടുത്തിട്ട് ചെയ്യിച്ചിട്ട് അതിന് തികച്ചും വിരുദ്ധമായ ഒരു സാധനം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും, എന്നാൽ അതിന് തൊട്ട് മുൻപായി കേരളത്തിൽ തന്നെ നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ അയാൾ കൃത്യമായി പറയുന്നുണ്ട്. കോഴിക്കോട് നടത്തിക്കുന്ന പ്രസംഗത്തിനകത്ത് പോലെ അയാൾ ആവർത്തിച്ചത് ഇതേ സാധനം തന്നെയാണ് ആവർത്തിച്ചത്. അവിടെ അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് അയാൾ നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഈ നിൽക്കുന്നു അയാളെ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? അത് അൻവറിനെ പ്രകോപിപ്പിക്കലാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, അത് അൻവറിനെ പ്രകോപിപ്പിക്കലാണ്. ഈ പ്രകോപിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിരിക്കുന്ന ഒരു കൺസോളിഡേഷനിലേക്ക് അൻവറെ കൊണ്ടത് പറയിപ്പിക്കണം. ഈ പറയിപ്പിക്കുന്നിടത്ത് വെച്ചാണ് കേരളത്തിനകത്ത് വരാവുന്ന ഒരു സെക്യുലർ ഡെമോക്രസി അല്ലെങ്കിൽ ഒരു സെക്യുലർ മൂവ്മെന്റിനെ തകർക്കാനുള്ള ഒരു പുഴുത്ത ബുദ്ധി ഇദ്ദേഹത്തിന്റെ തലയിലുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് സംശയിക്കുന്നത് മിസ്റ്റർ തമ്പിയാണ്. അതുകൊണ്ട് എന്റെ വാദം ഇത് മാത്രമാണ്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇത്രയും വൃത്തുകെട്ടിരിക്കുന്ന ഒരു ജന്മത്തെ ഈ കേരളം പേറേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ 3.25 കോടി മലയാളികളുടെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. അവിടെ ഇത്തരം ഒരു ദുരന്തം ഇപ്പൊ ഒറ്റൊരു പോയിന്റ് ഇതിന്റെ ദുരന്തം എന്താ അറിയോ? ഇത്രയും ഹീനമായ കാര്യങ്ങൾ നിർബാധം എന്നോണം ചെയ്തിരിക്കുന്ന ആളുകളെ കൊണ്ട് സഖാക്കളെ കൊണ്ടാണ് അയാൾ ഈ പറയുന്ന ആളുകളെ കൊണ്ട് അയാൾക്ക് ചിന്താവാദം ഒളിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ഈ ആൾക്കാർ പോലും ഇത് വിളിപ്പിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ എല്ലാവർക്കും അയാൾ തരുന്നത് എന്താണെന്ന് പറയുന്നത് ചില സൗജന്യങ്ങളാണ്.
ഈ സൗജന്യങ്ങളാണ് നിങ്ങളുടെ ആർഭാടപൂർണമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മോഹിപ്പിക്കുന്നത്. ഈ മോഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് മുക്തനാവാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കഴിയില്ല എന്നറിയോ? നിങ്ങൾക്ക് സെൽഫ് ക്രിറ്റിസിസം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സെൽഫ് ക്രിറ്റിസിസത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിനകത്ത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒന്നാണ് ലോജിക് എന്ന് പറയുന്ന സംഭവം. ഈ ലോജിക് ഇല്ല എങ്കിൽ സെൽഫ് ക്രിറ്റിസിസം എന്തുമാത്രമാണ്? കാര്യം നേടാൻ മാത്രമുള്ള മാർഗം മാത്രമായി അത് മാറും എന്ന് തന്നെയാണ് മിസ്റ്റർ നമ്പ്യാർ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം. യെസ്, നന്ദി പാണ്ഡ്യാല ഷാജി. എൻ ശ്രീകുമാർ, ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? ഒരു 3 മിനിറ്റിനുള്ളിൽ മറുപടി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ല, ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് CPM ആണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ്ടർ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രസകരമായ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദം തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാഷ് തീർന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ തീരുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർ പ്രതീക്ഷിച്ചില്ല ഹിന്ദു ദിനപത്രം ഇത്തരത്തിലൊരു വിശദീകരണം കൊടുക്കുന്നവർ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ അവർക്ക് ഒരു വീഴ്ച പറ്റി. അത് പെട്ടെന്നൊന്നും തീരില്ല, കാരണം ഇതിലൊരു ഉത്തരം കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഗോവിന്ദ മാഷ് തീർന്നു എന്ന് പറഞ്ഞാൽ ഇത് ആരാ തീർക്കുന്നത്? പത്രങ്ങൾ പിന്മാറുമോ? ജനങ്ങൾ പിന്മാറുമോ? പ്രതിപക്ഷം പിന്മാറുമോ? ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യമുള്ളത്, ഇവിടെ ശ്രീ ശിവശങ്കരൻ ഒരുപാട് കാര്യങ്ങൾ CPM-നെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ BJP-ക്കും CPM-നും ഒരു പൊതു രാഷ്ട്രീയമുണ്ട്. ആ പൊതു രാഷ്ട്രീയം കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എതിർപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നയങ്ങളൊക്കെ അവിടെ ശരിവയ്ക്കപ്പെടും. അത് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടു തുടങ്ങിയതാണ്. ഇന്നിപ്പം ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം, ADGP RSS നേതാക്കളെ കണ്ട വിഷയത്തിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നാണ്. ഇതെങ്ങനായി അവസാന ഘട്ടത്തിലായതെന്നൊന്നും നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഈ അന്വേഷണം ഇന്ന് തുടങ്ങി ഏത് ഘട്ടം വരെ കഴിഞ്ഞു, എത്ര ഘട്ടമുണ്ടായി, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ തടസ്സപ്പെട്ടത് പോലീസിൻ്റെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ്. അതിന് രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുത്തു. അവരത് തീരുമാനിക്കട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിലെ എല്ലാ കാലത്തും ഇങ്ങനെ പോലീസ് ഇടപെടലൊക്കെ ഉണ്ടാവും. ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ലാത്തി ചാർജ് ഉണ്ടായപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. DYSP സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി ഈ അന്വേഷണം 3 ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ തൃശ്ശൂരിലത്തെ കാര്യം. കാരണം വെച്ചാൽ അത്രയേ ഉള്ളൂ, ഇവിടുത്തെ വിഷയം അത്രയേ ഉള്ളൂ. പോലീസിന്റെ നടപടിയാണ്, ആ സംവിധാനത്തിന്റെ കുഴപ്പമാണ്. അത് കുറെ കാലമായിട്ടുണ്ട്. ആ സംവിധാനത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. പൂരവുമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും തൃശ്ശൂർ പൂരവുമായിട്ട് ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് CPM-ൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥത എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും എത്തണം. അതുവരെ നമ്മൾ ഇവരുടെയൊക്കെ പ്രസ്താവന കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, ശിവശങ്കർ പെട്ടെന്ന് പറയാം. മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, BJP-യുടെയും CPM-ന്റെയും വിരുദ്ധത കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുമ്പോൾ തിരിച്ച് കോൺഗ്രസിന്റെയും CPM-ന്റെയും വിരുദ്ധത BJP വിരുദ്ധതയും കൂടിയാണ്. 2, നിങ്ങളാണ് AICC-യുടെ പണവും കൊടുത്തുകൊണ്ട് ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ ഫോട്ടോ രാജ്യങ്ങളിൽ മുഴുവൻ കൊടുത്തത്. ഈ മറ്റുള്ള ഇംഗ്ലീഷ് പേപ്പറിൽ കൊടുത്തത്, കേരളത്തിൽ കൊടുത്തില്ല. അപ്പോൾ ഹിന്ദുവിലേക്ക് കൊടുത്തതിൻ്റെ ബുദ്ധി നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങളാണ് ലാവ്ലിൻ കേസ് അത് ഒരു അന്വേഷണവും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ പൂരം കലക്കിയത് അല്ല വിജയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖിൻ്റെയും KC ജോസഫിൻ്റെയും പുതിയ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് KPCC-യുടെ മുമ്പിലുണ്ട്. ഇതെല്ലാമാണ് ശ്രീകുമാർ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളും CPM-ഉമായിട്ടുള്ള ബന്ധം. ഒരൊറ്റ ചങ്ങാതിമാരാണ് നിങ്ങൾ. എന്നിട്ട് BJP-യുടെ തലയിലേക്ക് കെട്ടിയേപ്പിക്കരുത്. പൂരം കലക്കിയതിൻ്റെയും പിണറായി വിജയനെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ് അവരുടെ രക്ഷകരായിട്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പറയാത്തത് പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെയും അതിന് പ്രേരിപ്പിച്ച PR ഏജൻസിക്ക് എതിരെയും കേസ് കൊടുക്കുമോ എന്ന അടിസ്ഥാന ചോദ്യത്തിനെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയേണ്ടിയിരിക്കുന്നു. കളിച്ച് തമസ്കരിക്കാവുന്നതല്ല ഈ വസ്തുതകൾ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.